ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായിദേവായ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഭഗവത്ഗീത വിചാരത്തിന്റെ 114 ഭാഗം ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അത് തന്നെ മോക്ഷസന്യാസ യോഗത്തിലെ 48 ശ്ലോകം. സഹജം കർമ്മ കൗന്ദേയ സദോഷമപി ന ത്യജേത് സർവാരംഭാ ഹി ദോഷേണ ധൂമേനാഗ്നിരവാവൃത. ഭഗവാൻ തന്നെയും ഒരു ഇതിൽ വന്നപ്പം ഒരു പിന്നെ ഉപസംഹാരത്തിന്റെ മൂഡിലാണ് ഭഗവാനും. എല്ലാ കാര്യങ്ങളും വീണ്ടും ഒന്നും കൂടെ എടുത്തു പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഭഗവാനും തന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സഹജം കർമ്മ കൗന്ദേയ സദോഷമപി ന ത്യജേത് സർവാരംഭാ ഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃത. അല്ലയോ കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര, സദോഷമപി ദോഷമുള്ളതാണെന്ന് തോന്നിയാലും സഹജം കർമ്മ സ്വഭാവനിയതമായ കർമ്മം, അതായത് സ്വധർമ്മം, നമ്മുടെ സ്വധർമ്മം, ന ത്യജേത് അത് ത്യജിച്ചുകൂടാ. നമുക്ക് ചിലപ്പോൾ അത് ദോഷമാണ്, അത്ര നല്ലതല്ല എന്ന് തോന്നിയാൽ പോലും നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യണം. അതാണ് ഹി എന്തെന്നാൽ സർവാരംഭ എല്ലാ കർമ്മങ്ങളും അഗ്നി ധൂമേന ഇത് അഗ്നി, അതായത് തീ പുക കൊണ്ട് എങ്ങനെയാണോ മറഞ്ഞിരിക്കുന്നത്, ഒരുപാട് പുകയുണ്ടെങ്കിൽ നമുക്ക് തീ കാണാൻ വയ്യാത്തതുപോലെ ദോഷേന ദോഷം കൊണ്ട് ആവൃത പുക മറച്ചു വെച്ചിരിക്കുകയാണ് തീ, അതുകൊണ്ട് അത് ആവൃത അതിനെ കവർ ചെയ്ത്. അല്ലയോ കുന്തിപുത്ര, ദോഷമുള്ളതാണെന്ന് തോന്നിയാലും സ്വഭാവനിയതമായ കർമ്മം, അതായത് നമ്മുടെ സ്വധർമ്മമായ കർമ്മം ത്യജിച്ചുകൂടാ, അത് നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാ കർമ്മങ്ങളും അഗ്നി പുകയാൽ എന്നതുപോലെ തന്നെ ദോഷം കൊണ്ട് മൂടപ്പെട്ടതാണ്. ഗുണത്തിലാണ് കർമ്മങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് ഗുണങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദോഷം ഇല്ലാതിരിക്കാൻ സാധ്യമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് അല്പസ്വല്പം ദോഷമുണ്ടെങ്കിൽ പോലും അവനവന്റെ ധർമ്മം, സ്വധർമ്മം ഉപേക്ഷിക്കരുത്. കർമ്മം ദോഷമയമാണ്. ദോഷമുണ്ട് എന്ന് കരുതി ഏതെങ്കിലും കർമ്മത്തെ ത്യജിക്കുന്നതിനനുസരിച്ച് അതിന് അർത്ഥമില്ല. തീയുള്ളിടത്ത് പുകയുണ്ട്. അതുപോലെ കർമ്മമാണോ തീർച്ചയായും ദോഷമുണ്ടാവും. സത്വകർമ്മമാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ദോഷം ഉണ്ടാവും. സത്യാനുഭവത്തെ മറച്ചു കളയുന്നു എന്നതാണ് ഏത് കർമ്മത്തിന്റെയും വലിയ ദോഷം. ശക്തി സ്പന്ദനത്തിലാണല്ലോ കർമ്മം ആരംഭിക്കുന്നത്. പൂർണ്ണമായ സത്യാനുഭവം എന്ന് വെച്ചാൽ ഈശ്വരാനുഭവം, പൂർണ്ണമായ സത്യാനുഭവത്തെ മറച്ചുകൊണ്ടാണ് ഈ കർമ്മം നടക്കുന്നത്. അതായത് ഭഗവാൻ പരോക്ഷനാണ്, ഭഗവാനെ നമ്മൾ കാണുന്നില്ല, നമ്മൾ അതിന്റെ സൃഷ്ടി മാത്രമേ കാണുന്നുള്ളൂ, സൃഷ്ടാവിനെ കാണുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഓർക്കുന്നുമില്ല. അതാണ് പറയുന്നത്. മറച്ചു കളയുന്ന ശക്തി ആരോപിക്കുന്നതാണ് കർമ്മം. ദേഹം ചലിക്കവേ തന്നെ കർമ്മവാസന ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് അഖണ്ഡമായ വസ്തുബോധം ദേഹം ചലിക്കുക എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബ്രഹ്മത്തിനെ മനസ്സിലാക്കിയ ഒരാൾക്ക് അഖണ്ഡമായ വസ്തുബോധം എന്ന് വെച്ചാൽ ഒട്ടും മുറിക്കപ്പെടാത്ത ഭഗവത് ബോധം. അതാണ് വസ്തുബോധം എന്ന് വെച്ചാൽ ഭഗവത് ബോധം, ഈശ്വരബോധം, ജ്ഞാനം അതുണ്ടാവും. അയാൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് കാര്യമില്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അതിനുള്ള പ്രാപ്തി ഉണ്ടാവുന്നു. ദേഹം അഖണ്ഡമായ വസ്തുബോധം തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ ഒരു സത്വാന്വേഷണിക്ക് സാധന എന്ന് പറയുന്നത് സ്വഭാവ നിയതമായ കർമ്മം സമർത്ഥമായി
ധർമ്മരൂപേണ അനുഷ്ഠിച്ച് ഈശ്വരബുദ്ധി പുലർത്തി കർമ്മവാസന കുറയ്ക്കുന്നതാണ്. അതായത് നിഷ്കാമമായിട്ട് കർമ്മം ചെയ്തുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈശ്വരബോധം ഒരാൾക്ക് സാധകന് ഉണ്ടാകുന്നു. ദോഷമില്ലെന്ന് കരുതി പരധർമ്മം ഏറ്റെടുക്കുന്നത്, പരാധർമ്മം അതായത് നമ്മുടെ കർമ്മം നമ്മുടെ സ്വധർമ്മത്തിൽ ഇത് ദോഷമുണ്ട് അത് ചെയ്യണ്ട, മറ്റേയാളുടെ കർമ്മത്തിൽ ദോഷമില്ല അത് ചെയ്യാം എന്ന് വിചാരിക്കാനേ പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. മറ്റുള്ളവരുടെ നല്ല കർമ്മമാണെങ്കിലും നമ്മുടെ അല്പസ്വല്പം ദോഷമുണ്ടെങ്കിലും നമ്മുടെ ദോഷമുള്ള സ്വധർമ്മം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കർമ്മമെല്ലാം ദോഷമുള്ളതാണ്. അതുകൊണ്ട് ഒരു കർമ്മം ഉപേക്ഷിച്ച് മറ്റൊരു കർമ്മം അംഗീകരിക്കുന്നത് കൊണ്ട് മാത്രം വിശേഷിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. ഇതാണ് സ്ഥിതിയെങ്കിൽ കർമ്മമില്ലാത്ത ബ്രഹ്മത്തെ പ്രാപിച്ച് നൈഷ്കർമ്മ സിദ്ധി എങ്ങനെയാണ് നേടുക എന്ന് അർജുനൻ ചോദിക്കുക. അതായത് ദോഷം എല്ലാ കർമ്മങ്ങളിലും അല്പസ്വല്പം ദോഷം തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് സ്വധർമ്മത്തിൽ അല്പം ദോഷമുണ്ടെങ്കിൽ പോലും മറ്റൊരാളുടെ ധർമ്മത്തിൽ ദോഷമില്ല എന്ന് കരുതി അതിലേക്ക് പോവാൻ പാടില്ല. നമ്മുടെ ദോഷമുള്ള സ്വധർമ്മം തന്നെ നമ്മൾ ചെയ്യണം. അതാണ് ഭഗവാൻ പറഞ്ഞത്. അതെ, അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗത സ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. അസക്ത ബുദ്ധി, സർവത്ര അസക്ത ബുദ്ധി എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഒന്നിലും എന്റേതെന്ന് സക്തി എന്ന് വെച്ചാൽ എന്താണ്? സംഘം, നമുക്ക് നമ്മുടേന്നുള്ള വിചാരം. അസക്തി എന്ന് വെച്ചാൽ നമ്മുടേതെന്ന വിചാരം ഇല്ലാത്തതാണ് അസക്ത. സർവത്ര അസക്ത ബുദ്ധി, എല്ലായ്പ്പോഴും എന്റേതല്ല, ഈ ലോകം എന്റേതല്ല എന്നുള്ള ഭാവത്തില് ഇരിക്കുന്ന ആൾ. ജിതാത്മ, അത് മനസ്സിനെ പൂർണ്ണമായിട്ടും തന്റെ നിയന്ത്രണത്തിൽ വരുത്തിയവൻ. വിഗതസ്പൃഹ, വിഗതസ്പൃഹ എന്ന് വെച്ചാൽ ആശകളെല്ലാം നശിച്ചയാൾ, ഒരാശയും ബാക്കിയില്ലാത്തയാൾ. സന്യാസേന, കാമ്യകർമ്മങ്ങളെല്ലാം കാമ്യകർമ്മം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങൾ അതെല്ലാം വെടിയുന്നതാണ് സന്യാസം. അല്ലാതെ വേഷം കെട്ടി നമ്മൾ നടക്കുന്നതല്ല സന്യാസം. നമുക്ക് ആഗ്രഹമുള്ള കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഒന്നിന്റെയും കർമ്മഫലം കാക്ഷിക്കാതിരിക്കുന്നതിനാണ് സന്യാസം എന്ന് പറയുന്നത്. കാമ്യകർമ്മങ്ങളെല്ലാം വെടിയുന്നതോടെ പരമാം പൂർണ്ണ സത്യാനുഭവമായ നൈഷ്കർമ്മ്യ സിദ്ധിം, കർമ്മമില്ലാത്ത ബ്രഹ്മാനുഭവത്തിൽ അതിഗച്ഛതി. എന്നാൽ കർമ്മം ചെയ്യുന്നുവെങ്കിലും കർമ്മം ചെയ്യാത്ത അവസ്ഥയിലെത്തും. അതാണ്, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആസക്തിയില്ല, ആ കർമ്മത്തിലൊന്നും ആസക്തിയില്ല, കർമ്മഫലത്തിൽ ആസക്തിയില്ല. അതുകൊണ്ട് ഫലത്തിൽ കർമ്മം ചെയ്യാത്ത പോലെ നൈഷ്കർമ്മ്യമായിട്ട് അതിരിക്കും. അതാണ് പറയണത്. ഈ ലോകത്തൊന്നിലും എന്റേതെന്ന ഭാവം ഇല്ലാത്തവനും മനസ്സിനെ പൂർണ്ണമായി വശത്താക്കിയവനും ഒരാശയും അവശേഷിച്ചില്ലാത്തവനുമായ മനുഷ്യൻ കാമ്യകർമ്മങ്ങളെല്ലാം വെടിയുന്നതോടെ കർമ്മമില്ലാത്ത ബ്രഹ്മാനുഭവത്തിൽ എത്തിച്ചേരുന്നു. അവിടെ പിന്നെ കർമ്മം ചെയ്താലും കർമ്മം ചെയ്യാത്ത ഭാവമാണ് ബ്രഹ്മാനുഭവത്തില്. അതുകൊണ്ടാണ് യോഗം, നമ്മുടെ സ്വാമിയൊക്കെ തന്നെ ബ്രഹ്മാനുഭവത്തിൽ എല്ലായ്പ്പോഴും രമിക്കുന്ന ആളാണ്. പക്ഷെ എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. കാരണം ആ കർമ്മം ഒന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. അതുപോലെ ഒരുപാട് പേരുണ്ട്, രമണ മഹർഷി, ഷിർഡി സായിബാബ, എല്ലാവരും, ശ്രീകൃഷ്ണൻ തന്നെയും എല്ലാവരും കർമ്മം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതൊന്നും അവരെ ബാധിക്കില്ല. സന്യാസേനാധിഗച്ഛതി. സന്യാസം എന്ന് വെച്ചാൽ ത്യജിക്കലാണല്ലോ. അപ്പൊ ഇവിടെ എന്താണ് ത്യജിക്കുന്നത്? കർമ്മമില്ലാത്ത അനുഭവമാണ് നൈഷ്കർമ്മ്യ സിദ്ധി. ഒന്നും ചെയ്യാത്ത അനുഭവമാണ് എന്ന് വെച്ചാൽ മടിയല്ല, ചെയ്യാതിരിക്കാന്ന് വെച്ചാൽ മടിയല്ല, ഒരു വല്ലാത്ത ഏറ്റവും ഒരു വലിയ സ്റ്റേജിലെത്തുന്ന അവസ്ഥയാണത്. അത് തന്നെയാണ് ബ്രഹ്മാനുഭവം. കർമ്മസ്പർശമില്ലാത്ത ഒരേ ഒരു വസ്തു ബ്രഹ്മം മാത്രമാണ്. ശരീരത്തിലിരിക്കവേ തന്നെ ഒരുവനെ ഈ സിദ്ധി നേടാൻ കഴിയും. അതാണ് നമ്മുടെ എല്ലാ മഹാപുരുഷന്മാരും, വിവേകാനന്ദ സ്വാമി ആവട്ടെ, ശ്രീരാമകൃഷ്ണ പരമഹംസരാവട്ടെ, അവരെല്ലാം ഇങ്ങനെ ജീവിച്ചവരാണ്. ഈ സിദ്ധി നേടാൻ കഴിയും. അതിനുള്ള ഉപായമാണ് സന്യാസം. കാമ്യകർമ്മങ്ങൾ വെടിയാണ് സന്യാസം എന്നാൽ അർത്ഥം. അപ്പോൾ ദേഹം കർമ്മം ചെയ്താലും ഫലേച്ഛ വെടിയണം. നിഷ്കർമ്മം എന്ന് വെച്ചാൽ കർമ്മം ചെയ്യാതിരിക്കുന്ന അവസ്ഥയല്ല. കർമ്മം ചെയ്യുമ്പോ കർമ്മത്തിൽ ആസക്തി ഇല്ല, കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തി ഇല്ല, ആ അവസ്ഥയാണ്. അതാണ് ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ദേഹം കർമ്മം ചെയ്തോട്ടെ, ഫലേച്ഛ വെടിയണം. ഇതാണ് സന്യാസം. ഇത് സാധിച്ചാൽ നൈഷ്കർമ്മ സിദ്ധിക്ക് അർഹനാകും. ഇത് സാധിക്കുന്നതിനുള്ള 3 ഉപായങ്ങളാണ് ഭഗവാൻ ആദ്യത്തെ വരിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അസക്ത ബുദ്ധി, ജിതാത്മ, വിഗതസ്പൃഹ എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിനോടും ശക്തിയില്ലാത്ത ബുദ്ധി, അതുപോലെ ജിതാത്മ, മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രണത്തിൽ വരുത്തിയ ആള്,
വിഗതസ്പൃഹ എന്ന് വെച്ചാൽ മോഹങ്ങളൊന്നും ആശകളൊന്നും ഇല്ലാത്തയാൾ. മനസ്സിനെ ഈശ്വരബുദ്ധിയിൽ ഏകാഗ്രപ്പെടുത്തി ജയിച്ചാലേ ആശകൾ വെടിയാൻ പറ്റൂ. മനസ്സിനെ ഈശ്വരബുദ്ധിയിൽ ഏകാഗ്രത വരണമെങ്കിൽ ലോകത്തിൽ ഒന്നും എന്റേതെന്ന ഭാവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഈശ്വരബുദ്ധി വരണമെങ്കിൽ ഇത് എന്റേതാണെന്നുള്ള ഭാവം വന്നുപോയാൽ നമുക്ക് ആസക്തി ഉണ്ടാവും. എല്ലാം ഈശ്വരൻ്റെത്, എല്ലാ കർമ്മങ്ങളും ഈശ്വരൻ്റെത്, കർമ്മഫലവും ഈശ്വരൻ്റെത്, ഞാനും ഈശ്വരൻ്റെത്, ആ ഭാവത്തിലാണ് ഇരിക്കുകയാണെങ്കിൽ, അങ്ങനെ ഭാവനപ്പെടുത്തുകയാണെങ്കിൽ അതിന് നിസ്സംഗത്വം എന്ന് പറയും. നമുക്ക് ആരോടും സംഘമില്ല എന്നാൽ നമ്മള് സ്നേഹമില്ലാത്തവരാണോ? അങ്ങനെ അർത്ഥമില്ല. നിസ്സംഗത്വം എന്ന് വെച്ചാല് കൂടുതൽ സ്നേഹമുള്ളവരാണ്. ഭഗവാനെ തന്നെ നമുക്ക്, സത്യസായി ബാബയെ തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. ഒന്നിലും സംഘമില്ല, ഒന്നിനോടും ഒട്ടലില്ല, പക്ഷെ എല്ലാത്തിനോടും സ്നേഹമായിരുന്നില്ലേ ഭഗവാന്. അതാണ് എല്ലാം ഈശ്വരന്റെ എന്ന ഭാവനയോടെ ചെയ്യണം, അതാണ് നിസ്സംഗത്വം. അതിന്റെ ഫലമായി മനസ്സിനെ ഈശ്വരബുദ്ധിയിൽ ഏകാഗ്രത, ആശാത്യാഗം, സന്യാസം, ഇതാണ് നൈഷ്കർമ്മ സിദ്ധിക്കുള്ള രാജപാത. അതായത് നൈഷ്കർമ്മ സിദ്ധി എന്ന് പറഞ്ഞാല് കർമ്മം ചെയ്താലും കർമ്മം ചെയ്യുന്നതിന്റെ ഫലങ്ങളോ അതിന്റെ ഇഫക്റ്റോ നമുക്കുണ്ടാവില്ല. അതായത് നമ്മൾ അത് ബന്ധിക്കില്ല, അതാണ് നൈഷ്കർമ്മാവസ്ഥ. നൈഷ്കർമ്മ സിദ്ധിയിലെത്തിയ ആൾ ബ്രഹ്മനിഷ്ഠനായി ഭവിക്കുന്നു. എന്താണ് ബ്രഹ്മനിഷ്ഠയുടെ ലക്ഷണം? ഭഗവാൻ അത് അടുത്ത് വെളിപ്പെടുത്തുകയാണ്. അടുത്ത ശ്ലോകത്തിൽ എന്താണ് ബ്രഹ്മനിഷ്ഠ എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠജ്ഞാനസ്യ യാ പരാ. അല്ലയോ കൗന്ദേയ, സിദ്ധിം പ്രാപ്ത, നൈഷ്കർമ്മ സിദ്ധി പ്രാപിച്ചയാൾ, യഥാ എപ്രകാരം, ബ്രഹ്മ ബ്രഹ്മാനുഭവത്തെ, ആപ്നോതി പ്രാപിക്കുന്നു, അതുപോലെ, തഥാ സമാസേന, സമാസേന സംഗ്രഹിച്ച്, മേ നിബോധ, ഞാൻ അത് സംഗ്രഹിച്ച് പറഞ്ഞു, ചുരുക്കി പറഞ്ഞുതരാണ്. ഇതുവരെ വിസ്തരിച്ചാണ് എല്ലാം പറഞ്ഞു കൊടുത്തത്, നീ ചുരുക്കി പറഞ്ഞുതരാന്ന് പറയാണ്. അത് ഞാൻ പറയുന്നത് നീ കേട്ടുകൊള്ളുക. യാ ഏവ, ഏതാണോ, ജ്ഞാനസ്യ, ബോധാനുഭവത്തിലെ പരാനിഷ്ഠ, ഏറ്റവും ഉയർന്ന പടി, അത് ഞാൻ പറഞ്ഞു തരാം. അതായത്, അല്ലയോ കുന്തിപുത്ര, നൈഷ്കർമ്മ സിദ്ധി പ്രാപിച്ചയാൾ, അതായത് കർമ്മം ചെയ്യുമ്പോഴും കർമ്മം ചെയ്യാത്ത അവസ്ഥ, അതാണ് നൈഷ്കർമ്മ സിദ്ധി. ഒന്നിലും ശക്തിയില്ലാതെ, ഒരാശയം ശേഷിക്കാതെ, എല്ലാം സന്യാസം ത്യജിച്ചുകൊണ്ട് ഉള്ള, അതിനാണ് നൈഷ്കർമ്മ സിദ്ധി എന്ന് പറയുന്നത്. അയാൾ എങ്ങനെയാണ് ബ്രഹ്മാനുഭവത്തെ പ്രാപിക്കുന്നതെന്ന് ഞാൻ സംഗ്രഹിച്ച് പറഞ്ഞു തരാം. ബോധാനുഭവത്തിൽ ഏറ്റവും ഉയർന്ന പടിയാണത്. നിഷ്ഠാ ജ്ഞാനസ്യാപര, ബോധാനുഭവത്തിന് ഏറ്റവും ഉയർന്ന പടിയാണ് ബ്രഹ്മാനുഭവം. അനുഭവങ്ങളെല്ലാം ബോധാനുഭവങ്ങളാണ്. ബോധത്തിനല്ലാതെ അനുഭവം സാധ്യമല്ലല്ലോ. എന്നാൽ എവിടെയാണോ ബോധം ഒന്നിലധികം രൂപങ്ങളെ മാറി മാറി അനുഭവിക്കുന്നത്, അവിടെ അനുഭവം അപൂർണമാണ്. അപ്പൊ നമ്മുടെയൊക്കെ ബോധം അപൂർണമാണ്, കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു. പക്ഷെ ഒരു ബ്രഹ്മാനുഭവം സിദ്ധിച്ച ആൾക്ക് ബ്രഹ്മനിൽ മാത്രം, ഈശ്വരനിൽ മാത്രമേ ശ്രദ്ധയുണ്ടാവൂ, അതിൽ മാത്രമേ ഏകാഗ്രത ഉണ്ടാവൂ. അതാണ് പലതായി വിഭജിക്കുന്ന രൂപങ്ങളെ ഒഴിച്ചു മാറ്റിയാൽ ശുദ്ധവും അഖണ്ഡവുമായ ബോധം അനുഭവപ്പെടും. അതാണ് ബോധാനുഭവത്തിൽ ഏറ്റവും ഉയർന്ന പടി. അതായത് നാനാത്വമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാത്തിലും ഏകത്വം കാണുക എന്നുള്ള അവസ്ഥ, അതാണ് ഏറ്റവും ഉയർന്ന പടി. അതിനെയാണ് നൈഷ്കർമ്മ സിദ്ധി എന്ന് പറയുന്നത്. അതിന്റെ സ്വരൂപം സംഗ്രഹിച്ച് വിവരിക്കാമെന്നാണ് ഭഗവാൻ വീണ്ടും പറയുകയാണ്. അതിന്റെ സ്വരൂപം ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞ പ്രകാരം അടുത്ത 3 പദ്യങ്ങളിൽ പരമമായ ബ്രഹ്മനിഷ്ഠയുടെ സ്വരൂപം സംഗ്രഹിച്ച് ചുരുക്കി പറയുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തഃ ധൃതാത്മാനം നിയമ്യ ച ശബ്ദാനിർവിഷയാം സ്ത്യക്ത രാഗദ്വേഷേണ യുസ്യേച. വിശുദ്ധ ബുദ്ധ്യാ യുക്ത, തത്വബോധം കൊണ്ട് ഭേദചിന്ത നശിച്ച് ശുദ്ധമായ ബുദ്ധിയോട് കൂടിയ, വിശുദ്ധയാ ബുദ്ധി എന്ന് വെച്ചാൽ ശുദ്ധമായ ബുദ്ധി. ആത്മാനം, മനസ്സിലെ ധൃത്യ, സങ്കല്പങ്ങളെ, ധൃതി എന്ന് വെച്ചാൽ സങ്കല്പങ്ങൾ, അതിനെ ധീരമായി നിരോധിച്ചിട്ട്, നിയത്യ ച, ഉള്ളിൽ ഏകാഗ്രപ്പെടുത്തി, ശബ്ദാദീൻ വിഷയാൻ,
ശബ്ദം തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാ വിഷയങ്ങളും, അതായത് ശബ്ദം, കാഴ്ച, കേൾവി, പിന്നെ സ്വാദ്, ടച്ച്, സ്പർശനം എന്നുള്ള എല്ലാത്തിനെയും, അതായത് ശബ്ദത്തിൽ പറഞ്ഞിട്ട് എല്ലാം എന്ന് പറയുകയാണ്. ആദിയായവ പറയാണ് ഭഗവാൻ. എല്ലാത്തിനെയും പുറന്തള്ളി രാഗദ്വേഷങ്ങളെയും അകറ്റണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് തത്വബോധം കൊണ്ട് ഭേദചിന്ത നശിച്ച് ശുദ്ധമായ ബുദ്ധിയോടുകൂടി മനസ്സിലെ സങ്കല്പങ്ങളെ ധീരമായി നിരോധിച്ചിട്ട് ഉള്ളിൽ ഏകാഗ്രതപ്പെടുത്തി ശബ്ദം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും, പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നെ തന്മാത്രകൾക്കാണ് വിഷയങ്ങൾ എന്ന് പറയുന്നത്. അതായത് കണ്ണിന്റെ കാഴ്ച, ചെവിയുടെ കേൾവി, ത്വക്കിന്റെ സ്പർശനം, മൂക്കിന്റെ ഘ്രാണം, മനസ്സിലായില്ലേ, സ്വാദ്, നാവിന്റെ സ്വാദ്, ഇതാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ തന്മാത്രകൾ. അപ്പൊ ശബ്ദം ആദിയായ എല്ലാത്തിനെയും നമ്മൾ ഉപേക്ഷിക്കണം. എല്ലാ വിഷയങ്ങളെയും പുറന്തള്ളി രാഗദ്വേഷങ്ങളും അകറ്റിയാണ് നമ്മൾ ഇരിക്കേണ്ടതെന്ന് ഭഗവാൻ പറയുന്നു. വിവിക്ത സേവിലഘാശി യദ്വാക്കായ മാനസഃ ധ്യാനയോഗ പരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ. വിവിക്ത സേവി, ശുദ്ധമായ ഏകാന്ത സ്ഥലത്ത് കഴിഞ്ഞുകൂടുന്നവനായി, അതായത് ഒരു നൈഷ്കർമ്മ്യം സിദ്ധി പ്രാപിച്ച ആൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഭഗവാൻ പറയുകയാണ്. എങ്ങനെ പെരുമാറണം? വിവിക്ത സേവി, ശുദ്ധമായ ഒരു ഏകാന്ത സ്ഥലത്തിരിക്കണം, അവിടെ ഇരിക്കണം. ലഖാമി, ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെ കായ മാനസഹ, കർമ്മ ഉപകരണങ്ങളാണ് വാക്ക്, ചിന്ത, പ്രവൃത്തി എന്നുള്ളതൊക്കെ, ദാഹം, മനസ്സ്, ഇതൊക്കെ നമ്മുടെ കർമ്മോപകരണങ്ങളായ അതിനെയെല്ലാം പൂർണ്ണമായും അടക്കണം. മനസ്സിലായില്ല? അതിപ്പോ നമ്മൾ വർത്തമാനം പറയണ കുറയ്ക്കണം, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കുറയ്ക്കണം, മനസ്സിന്റെ സങ്കല്പങ്ങളെയൊക്കെ നമ്മൾ അടക്കണം, നിരോധിക്കണം. അതാണ്, മനസ്സിനെ അടക്കണം. അങ്ങനെ പൂർണ്ണമായും വശത്താക്കിയവനായി നിത്യം ധ്യാനയോഗപരഹ, സദാ ആത്മധ്യാനത്തിനായിട്ട് ഇരിക്കുന്നവനായി, വൈരാഗ്യം സമുപാശ്രിത, ലോകസുഖങ്ങളിൽ വിരക്തനായി, അങ്ങനെയാണ് ഇരിക്കേണ്ടത്. അങ്ങനെ ശുദ്ധമായ ഏകാന്ത സ്ഥലത്ത് കഴിഞ്ഞുകൂടുന്നവനായി, ആവശ്യത്തിനു മാത്രം ആഹാരം കഴിക്കുന്നവനായി, കർമ്മോപകരണങ്ങളായ വാക്ക്, ദേഹം, മനസ്സ് എന്നിവയെ പൂർണ്ണമായും വശത്താക്കിയവനായി, സദാ ധ്യാനനിൽ തൽപരനായി, ലോകസുഖങ്ങളിൽ നിന്നും വിരക്തനായിട്ട് ഇരിക്കണം. പിന്നെ എന്ത് പറയണു? മൂന്നാമത് പറയുന്നു, അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം വിമുച്ച നിർശമശാന്തഃ ബ്രഹ്മഭൂയായ കൽപ്പതേ. അഹങ്കാരം എന്താണ്? അഹങ്കാരം ഞാനെന്ന ഭാവം. ലൗകിക കാര്യങ്ങളിലുള്ള രാഗദ്വേഷയുക്തമായ സാമർത്ഥ്യത്തിനാണ് ബലം എന്ന് പറയുന്നത്. അതായത് ലൗകിക കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രയോഗിക്കുന്ന നമ്മുടെ സാമർത്ഥ്യത്തിനാണ് നമുക്ക് ബലമുണ്ടെന്ന് പറയുന്നത്. ദർപ്പം എന്ന് വെച്ചെന്താണ്? നമ്മൾ നേടുന്ന കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായ അഭിമാനം നമുക്ക്, അതാണ് ദർപ്പം. അഹങ്കാരം എന്ന് വെച്ചാൽ ഞാനെന്ന ഭാവം, അതാണ്. ദർപ്പം എന്ന് വെച്ചാൽ അഹങ്കാരത്തിന്റെ തന്നെ അടുത്ത പടിയാണ്. നമ്മൾ നേടുന്നതൊക്കെ ഞാനാണ് നേടിയത് എന്നുള്ള ഭാവം. അഭിമാനം. കാമം ആഗ്രഹം, ക്രോധം കോപം, പരിഗ്രഹത്തെ എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ നിന്നും എടുക്കുവാനുള്ള ആകാംക്ഷ, പരിഗ്രഹിക്കുക, അതാണ്. വിമുച്ച, പാടെ വെടിഞ്ഞ്, നിർമ്മമ, ഒന്നിലും എന്റേതെന്ന ഭാവം ഇലർത്താതെ ശാന്തനായി വർത്തിക്കുന്നയാൾ ബ്രഹ്മഭൂയായ, പൂർണ്ണ ബ്രഹ്മാനുഭവത്തിന് പാത്രമായി എന്ന് പറയാം. എങ്ങനത്തെ ആളാണ്? ഞാനെന്ന ഭാവത്തെയും ലൗകിക കാര്യങ്ങളിലുള്ള രാഗദ്വേഷയുക്തമായ സാമർഥ്യത്തെയും നേട്ടങ്ങളിലുള്ള അഭിമാനത്തെയും ആഗ്രഹത്തെയും കോപത്തെയും പരിഗ്രഹത്തെയും, പരിഗ്രഹം എന്ന് വെച്ചാൽ വേറൊരാളിൽ നിന്ന് എടുക്കുവാനുള്ള ആഗ്രഹം, അതാണ്. പിന്നെ അങ്ങനെയുള്ള ഒന്നും നമ്മൾ സ്വന്തമാക്കാതിരിക്കുക. പാടെ വെടിഞ്ഞ് ഒന്നിലും എന്റേതെന്നുള്ള ഭാവം പുലർത്താതെ ശാന്തനായി വർത്തിക്കുന്ന ആളാണ് പൂർണ്ണ ബ്രഹ്മാനുഭവത്തിന് അർഹനാണെന്ന് കരുതപ്പെടുന്നത്. ബ്രഹ്മഭൂയായ കൽപ്പതേ. പൂർണ്ണമായി ബ്രഹ്മാനുഭവം നേടുന്നതിന് 2 തലത്തിലെ യത്നമാണ് ആവശ്യം. 2 തലത്തിലുള്ള പ്രയത്നം ആവശ്യമാണ്. ഏതൊക്കെ? സമാധി തലത്തിലെ യത്നമാണ് 1. തത്വവിചാരം കൊണ്ട് ഭേദചിന്ത
അകന്ന് ശുദ്ധമായ ബുദ്ധിക്ക് മാത്രമേ സമാധി അനുഭവിക്കാൻ പറ്റൂ. ശുദ്ധമായ ബുദ്ധിക്ക് ധീരമായി സങ്കല്പങ്ങളെ പുറന്തള്ളി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആത്മനിഷ്ഠമാക്കാൻ പറ്റും. ശുദ്ധമായ ഏകാഗ്രത വരണമെങ്കിൽ, നമുക്ക് ആത്മനിഷ്ഠനാവണമെങ്കിൽ നമ്മൾ ധീരമായിട്ട് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന എല്ലാ ചിന്തകളും, സങ്കല്പം എന്ന് പറഞ്ഞാൽ ചിന്തകളെ എല്ലാം ഒഴിവാക്കാൻ പഠിക്കണം. അപ്പോഴേ മനസ്സ് സ്വസ്ഥമാവുകയുള്ളൂ, ഇല്ലേ? അതാണ് പറഞ്ഞത്. അങ്ങനെ തത്വവിചാരം കൊണ്ട് ഭേദചിന്തയാകുന്ന ശുദ്ധമായ ബുദ്ധിക്ക് മാത്രമേ സമാധി അനുഭവിക്കുവാൻ പറ്റൂ. സമാധി എന്ന് വെച്ചാൽ ഭഗവാൻ പറയുന്നുണ്ട് സമധി, സമമായ ബുദ്ധി, അതാണ് സമാധി. സമമായ ബുദ്ധി, എല്ലാ സമയത്തും ഒരുപോലെ നിലനിൽക്കുന്ന ബുദ്ധി, അതാണ്. ഒന്നുകൊണ്ടും ചഞ്ചലപ്പെടാത്ത, ദുഃഖോ സുഖോ എല്ലാം ഒന്ന് തന്നെ, ഒന്നിനും ഒരു ചഞ്ചലത്വം വരാത്ത ബുദ്ധി, അതിനാണ് സമബുദ്ധി എന്ന് പറയുന്നത്. ഭഗവാൻ പറയും സമധി, സമധിയാണ് സമാധി. അങ്ങനെ ശബ്ദം മുതലായ വിഷയങ്ങളെല്ലാം അകന്ന് രാഗദ്വേഷങ്ങൾ ശമിച്ചാൽ സമാധിയിൽ വ്യക്തമായ ബ്രഹ്മാനുഭവം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ശബ്ദം മുതലായ കാര്യങ്ങൾ ത്യജിക്കണമെന്ന് പറയണത്? നമ്മളെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം. നമ്മള് നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മണം വരികയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ പതറും. നല്ല കുക്കിങ്ങിന്റെ മണം, നല്ല കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന മണം വന്നാൽ നമ്മുടെ ശ്രദ്ധ പതറും. നല്ലൊരു പാട്ട് കേട്ടാൽ നമ്മുടെ ശ്രദ്ധ പതറും. അപ്പോൾ നമ്മൾ ധ്യാനിക്കാൻ ഇരിക്കുമ്പോഴും ഈ ശബ്ദാദികളെയൊക്കെ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമുക്ക് ബ്രഹ്മാനുഭവം ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ സമാധി അവസ്ഥയിൽ എത്താനുള്ള ഏകാഗ്രത കിട്ടില്ല. അതാണ് പറയുന്നത്. അപ്പൊ നിർവികൽപ്പ സമാധിയിലെ പോലെ ബ്രഹ്മാനുഭവ സ്വരൂപം കിട്ടണമെങ്കിൽ പിന്നെ വ്യുത്ഥാന ദശയിൽ, അതായത് ഉണർന്നെണീക്കുമ്പോ, സമാധി കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്ന അവസ്ഥയ്ക്കാണ് വ്യുത്ഥാന ദശ എന്ന് പറയുന്നത്. അപ്പോഴും പ്രാരബ്ധജന്യങ്ങളായ കർമ്മവാസനകൾ തുടരും. നമ്മൾ സമാധിയൊക്കെ എടുത്ത് നല്ല ധ്യാനമൊക്കെ ചെയ്ത് സമാധി അവസ്ഥയിലൊക്കെ അങ്ങനെ ഇരുന്നു, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ സമാധി വിട്ട് ഉണർന്നിങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ നമ്മള് ലൗകിക കാര്യങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടി വരും ചിലപ്പോ. അത് അപ്പോഴും അങ്ങനെ ഇടേണ്ടി വരും. അതും കൂടെ ഒടുങ്ങിയാൽ മാത്രമേ സമദർശനമായ ബ്രഹ്മാനുഭവം പൂർണ്ണമാവുകയുള്ളൂ. അപ്പൊ നമ്മള് വ്യുത്ഥാന ദശ, അതായത് നമ്മൾ ധ്യാനമൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഉണർന്നു വന്ന് വീണ്ടും നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നു. അങ്ങനെ ഏർപ്പെടാതിരിക്കുന്ന അവസ്ഥ വരുമ്പോൾ മാത്രമേ ബ്രഹ്മാനുഭവം പൂർണ്ണമാവുകയുള്ളൂ. അതായത് സർവത്ര സദാ സമയവും ആ ബ്രഹ്മാനുഭവം മാത്രം അനുഭവിക്കുക. ലൗകിക കാര്യങ്ങളിലുള്ള സങ്കല്പങ്ങളൊക്കെ നമ്മൾ ത്യജിക്കണം. വ്യുത്ഥാന ദശയിലെ വാസനാക്ഷയജ്ഞമാണ് ഏകാന്ത ജീവിതം, ലഘുഭക്ഷണം, മനോവാക്കായ്മകളെ വശത്താക്കി വെക്കുക, നിരന്തരമായ ബ്രഹ്മഭാവന പുലർത്തുക, ലോകസുഖങ്ങൾക്ക് പിന്നാലെ പറ്റിക്കൂടാതിരിക്കുക, ഇവയൊക്കെ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതായത് ഏകാന്തമായിട്ടിരിക്കാൻ പഠിക്കണം, ലഘുവായ ഭക്ഷണം കഴിക്കണം, അതുപോലെ മനസ്സിനെയും വാക്കിനെയും നമ്മുടെ ശരീരത്തിനെ എല്ലാം നമ്മൾ അടക്കാൻ പഠിക്കണം. അങ്ങനെ നമുക്ക് വരുമ്പം വാസനാക്ഷയം ഉണ്ടാവും. ഇത്രയുമായാൽ പൂർണ്ണ ബ്രഹ്മനിഷ്ഠയ്ക്ക് അഥവാ ജീവൻ മുക്തിക്ക് ഒരുവൻ അർഹനായി തീരും. അപ്പോൾ മാത്രമാണ് ബ്രഹ്മനിഷ്ഠ എന്ന് വെച്ചാൽ ജീവൻ മുക്തി തന്നെയാണ്. മനസ്സിലായില്ലേ? ജീവിച്ചിരിക്കുമ്പോഴും ഒന്നുമായിട്ടും നമുക്ക് നമ്മളെ ബന്ധിപ്പിക്കാത്ത അവസ്ഥ, നമ്മുടെ മഹാപുരുഷന്മാരുടെയൊക്കെ അവസ്ഥ തന്നെ ആലോചിച്ചാല്, സത്യസായി ബാബ, ശ്രീ സായി ബാബ, രമണ മഹർഷി, അങ്ങനെ എത്ര പേർ, അവരുടെയൊക്കെ അവസ്ഥ. അപ്പൊ സാമർഥ്യമുണ്ടെങ്കിൽ പോലും ഞാനെന്ന ഭാവം ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഒരു കാര്യത്തിലും യാഗദ്വേഷത്തോടുകൂടി പ്രവർത്തിക്കുകയില്ല. ലൗകികമോ ആധ്യാത്മികമായ തന്റെ നേട്ടങ്ങളിലൊന്നും അഭിമാനം കൊള്ളുകയില്ല. ആഗ്രഹമൊന്നും ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടാവില്ല. അക്കാരണത്താൽ തന്നെ ഒന്നിലും കോപം അദ്ദേഹത്തെ ബാധിക്കുകയില്ല. നമുക്ക് കോപം ഉണ്ടാവുന്ന എപ്പോഴാണ്? നമ്മളൊരു കാര്യം ചെയ്യണമെന്നോ പറയണമെന്നോ കിട്ടണമെന്നോ ഒക്കെ ആഗ്രഹിച്ചു, അത് കിട്ടാതിരിക്കുമ്പോഴോ നമുക്ക് പറയാൻ പറ്റാതിരിക്കുമ്പോഴോ നമുക്ക് നിരാശ ഉണ്ടാവും. ആ നിരാശയിൽ നിന്നാണ് നമുക്ക് കോപം ഉണ്ടാവുന്നത്. പക്ഷെ ഒരു ബ്രഹ്മനിഷ്ഠനായ ആൾക്ക് ഏതവസ്ഥയിലും കോപം ഉണ്ടാവുന്നില്ല. സദാ ശാന്തനായി വർത്തിക്കും. ഇതാണ് പൂർണ്ണ ബ്രഹ്മനിഷ്ഠന്റെ സ്വരൂപം. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പറയാണ്, പിന്നെ പൂർണ്ണ ബ്രഹ്മനിഷ്ഠയുടെ വ്യക്തമായ ബാഹ്യസ്വരൂപം, അതായത് ഒരാളെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അങ്ങേരെ ബാഹ്യസ്വരൂപം എന്താണെന്ന് പറയാണ്. ബ്രഹ്മഭൂതാ പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. ആരാണ് ബ്രഹ്മനിഷ്ഠ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എങ്ങനെയുള്ള ആളാണെങ്കിൽ ബ്രഹ്മഭൂത പ്രസന്നാത്മാ,
ന ശോചതി ന കാംക്ഷതി സമ സർവേഷു ഭൂതേഷു മത്ഭക്തിം ലഭതേ പരാം. അതായത് ബ്രഹ്മഭൂതൻ, ബ്രഹ്മത്തെ അറിഞ്ഞ് അതായി തീരുന്നവൻ പ്രസന്നാത്മാ, എപ്പോഴും പ്രസന്നനായിരിക്കും. ഒരിക്കലും ഒരു നിരാശയുടെ ഒരു കരുനീടൊന്നും മുഖത്തുണ്ടാവില്ല. മുഖത്ത് എപ്പോഴും സദാ പുഞ്ചിരി വിളയാടാണ് ശ്രീകൃഷ്ണന്റെ ഭാവം. ഒരിക്കലും ഒരു ദുഃഖഭാവമോ ഒരു നിരാശയോ ഒന്നും. എത്രയോ കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഒരു ജന്മമായിരുന്നു ശ്രീകൃഷ്ണന്റെ. ജന്മം തൊട്ട് ജനിച്ചപ്പോ തന്നെ എടുത്തോണ്ട് പോയി നദിയുടെ അപ്പുറത്തേക്ക് മഴയത്ത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളും ഭഗവാന്റെ മുഖത്തെ ചിരി ഒരിക്കലും മാറിഞ്ഞിട്ടില്ല. സദാ പ്രസന്നനായിരുന്നു ഭഗവാൻ. അതാണ്, അങ്ങനെ ആയിരിക്കണം. അതുപോലെ ഭേദചിന്ത വിട്ട് സദാ പ്രസന്ന ചിത്തനായി. ന ശോചതി, ഒന്നിലും ശോകമില്ല. ന കാംക്ഷതി, ഒന്നിലും ആഗ്രഹമില്ല. മനസ്സിലായില്ല, ഒന്നും ആഗ്രഹിക്കുന്നില്ല. സർവേഷു ഭൂതേഷു, പ്രപഞ്ചത്തിലെ എല്ലാത്തിലും, പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ച ദുഷ്ടത്തിൽ ഉറുമ്പ് മുതൽ ഉറുമ്പല്ല, കാണാൻ വയ്യാത്ത വസ്തുക്കളെ പോലും എല്ലാ സർവഭൂതങ്ങളിലും സമമായ ഭാവനയായിരിക്കും. അത് ഒരു വസ്തുവിനെ ദർശിച്ച് പരമായ മദ്ഭക്തി, എന്റെ ഭക്തിയാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്ക് ബ്രഹ്മത്തെ അറിഞ്ഞ് അതായി തീർന്നവൻ ഭേദചിന്ത വിട്ട് സദാ പ്രസന്ന ചിത്തനായി, ഒന്നിലും ദുഃഖിക്കുന്നില്ല, ഒന്നും ആഗ്രഹിക്കുന്നില്ല. എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളിലും ഒരേ വസ്തുവിനെ എന്ത് കണ്ടാലും അതിൽ ഭഗവാനെ മാത്രം കാണുള്ളൂ. എന്ത് കണ്ടാലും ഒരേ ഒറ്റ കാര്യമേ കാണുള്ളൂ, ഭഗവാൻ മാത്രം. അതാണ്. അങ്ങനെ ഒരു വസ്തുവിനെ ദർശിച്ച് പരയായ എന്റെ ഭക്തിയെ പ്രാപിക്കാൻ, പരാഭക്തിയെ പ്രാപിക്കുവാനായിട്ട് ഇടവരുന്നു. പരാഭക്തി എന്ന് വെച്ചാൽ ഭഗവാനെ മാത്രമുള്ള ഭക്തി, അതാണ് പരാഭക്തി. അപരാഭക്തി എന്ന് വെച്ചാൽ ലൗകികങ്ങളോടുള്ള സ്നേഹം, അതാണ് അപരാഭക്തി. മദ്ഭക്തിം ലഭതേ പരാം. പൂർണ്ണ ബ്രഹ്മനിഷ്ഠൻ സാനുഭവത്തെ സംബന്ധിച്ചിടത്തോളം സാക്ഷാത്കാര ബ്രഹ്മൻ തന്നെയാണ്. ബ്രഹ്മത്തെ അറിയുന്നവൻ അതായിത്തീരുന്നു എന്നാണ് ഉപനിഷത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബ്രഹ്മൈവ ബ്രഹ്മഭവതി, അതായത് ബ്രഹ്മത്തെ അറിയുന്നവൻ അതായിത്തീരുന്നു എന്നാണ് ഉപനിഷത്ത് പറഞ്ഞത്. പുറമെ ഏത് പരിതസ്ഥിതിയിലും അദ്ദേഹം പ്രസന്നനായിരിക്കും. ബ്രഹ്മനിഷ്ഠന്റെ മുഖത്ത് സദാ പുഞ്ചിരി കളിയാടുന്നുണ്ടാവും. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് ദുഃഖമില്ല, ആഗ്രഹമില്ല, നിരാശയില്ല. സദാ സർവത്ര അദ്ദേഹം ഒരേ ബ്രഹ്മത്തെ മാത്രം സർവ സ്ഥലത്തും കാണുന്നുള്ളൂ. മനസ്സ് എവിടെയൊക്കെ ചെന്ന് പറ്റുന്നുവോ അവിടെ എല്ലാം ബ്രഹ്മം മാത്രം. ഈ അനുഭവസ്ഥിതിയാണ് പരാഭക്തി. ഭക്തിയും ജ്ഞാനവും രണ്ടാണെന്നൊക്കെ പറയുന്നവർ ഈ ഗീതശ്ലോകം ശ്രദ്ധയോടെ മനനം ചെയ്യേണ്ടതാണ്. അതായത് ഭക്തിയും ജ്ഞാനവും ഒന്നും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. പരാഭക്തി, ജ്ഞാനമുള്ള ഭക്തിക്കാണ് പരാഭക്തി എന്ന് പറയുന്നത്. എന്താണ് ജ്ഞാനം? സർവത്ര എല്ലായിടത്തും ഭഗവാനെ മാത്രം കാണും. എവിടെ നോക്കിയാലും ഭഗവാൻ മാത്രം. ബുക്ക് കണ്ടാൽ ഭഗവാൻ, സിനിമ കണ്ടാൽ ഭഗവാൻ, വൃക്ഷം കണ്ടാൽ ഭഗവാൻ, ഒരു എരുമയെ കണ്ടാൽ ഭഗവാൻ, ഒരു എറുമ്പിനെ കണ്ടാലും ഭഗവാൻ. എവിടെ നോക്കിയാലും ഭഗവത് ദർശനം മാത്രം ലഭിക്കുന്ന ബ്രഹ്മനിഷ്ഠൻ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരാൾക്ക് സാധനാഘട്ടത്തിൽ രണ്ടാണെന്ന് തോന്നും, പക്ഷെ അനുഭവഘട്ടത്തിൽ രണ്ടും ഒന്ന് തന്നെ ആണ് എന്ന് സ്വയം ബ്രഹ്മമായി തീർന്ന് സർവത്ര ബ്രഹ്മത്തെ അനുഭവിക്കുന്നതാണ് പ്രത്യക്ഷ ജ്ഞാനം. അത് തന്നെയാണ് പരാഭക്തി. അതായത് ഭക്തിയും ജ്ഞാനവും രണ്ടല്ല. അങ്ങനെയുള്ളവർ ഈ ശ്ലോകം പഠിക്കണമെന്ന് നമ്മുടെ ആചാര്യനായ ബാലകൃഷ്ണൻ നായർ സാർ പറയുന്നതിന്റെ കാരണം, പരാഭക്തി എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷ ജ്ഞാനമാണ്. പ്രത്യക്ഷ ജ്ഞാനം എന്താണ്? ബ്രഹ്മമായി തീർന്ന സർവവും ബ്രഹ്മം മാത്രം കാണാനുള്ള കഴിവിനാണ് പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയുന്നത്. അത് തന്നെയാണ് പരാഭക്തി. ഭക്തി കൊണ്ട് എന്താണ് നേടാൻ പോകുന്നത്, പരാഭക്തിയുടെ അനുഭവം എന്താണ് എന്ന് ഭഗവാൻ ഒന്നും കൂടെ വിശദമാക്കുന്നു. അതായത് ഭക്തി കൊണ്ടുള്ള നേട്ടം എന്താണ്, പരാഭക്തിയിലെ അനുഭവം എന്താണ് എന്ന് പറഞ്ഞുതരിക. ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വദാ തതോ മാം തത്വദോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഭക്ത്യാ, ഭക്തി കൊണ്ട്, മാം പരമാത്മാവായ എന്നെ, തത്വത വസ്തുസ്ഥിതിയിൽ, അതായത് തത്വം അറിഞ്ഞുകൊണ്ട്, ആരാണ്, ഞാൻ ആരാണെന്നും, യാവാൻച യസ്തി, ഞാൻ എന്തുമാത്രം വലിപ്പമുള്ളവനാണെന്നും, അഭിജാനാതി നേരിട്ടറിയുവാൻ ഇടവരുന്നു. അതായത് ഭഗവാന്റെ മഹത്വം നേരിട്ടറിയുവാൻ, എത്ര വലിപ്പമുണ്ടെന്ന് പറഞ്ഞാൽ എത്രത്തോളം സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ വലിപ്പം നമുക്ക് അളക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ അറിയുന്നു.
അഭിജാനാതി നേരിട്ട് അറിയുന്നു. തഥാ തുടർന്ന് മാം തത്വത എന്നെ യഥാർത്ഥമായി ജ്ഞാത്വ അനുഭവിച്ചറിഞ്ഞിട്ട് തദനന്തരം അതിനുശേഷം വിശദേ എന്നിൽ ചേരുവാനും ഇടവരുന്നു. അത് ബ്രഹ്മനിഷ്ഠന്റെ അനുഭവം എന്താണ്? ഭക്തി കൊണ്ട് എന്ത് നേടുന്നു, പരാഭക്തി കൊണ്ട് എന്ത് നേടുന്നു എന്ന് ഭഗവാൻ പറയുകയാണ്. എന്ത് നേടുന്നു? ഭക്തി കൊണ്ടും പരമാത്മാവായ എന്നെ വസ്തുസ്ഥിതിയിൽ ഞാൻ ആരാണെന്നും എന്തുമാത്രം വലിപ്പമുള്ളവനാണെന്നും, അതായത് എന്റെ മഹത്വം എത്രയാണെന്നും നേരിട്ടറിയാൻ ഇടവരുന്നു. തുടർന്ന് എന്നെ യഥാർത്ഥമായി അനുഭവിച്ചറിഞ്ഞിട്ട് അതിനുശേഷം എന്നിൽ ചേർന്ന് ഒന്നാകാനും ഇടവരുന്നു. വിശദേ തദനന്തരം. ജീവബ്രഹ്മൈക്യമാണ് വിശദ എന്ന പദം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഐക്യാനുഭവം കൈവന്ന ജീവൻ മുക്തന്റെ സർവത്ര സമദർശനമാണ് പരാഭക്തി. പറഞ്ഞില്ലേ, എല്ലാ സ്ഥലത്തും ഭഗവാനെ മാത്രം കാണുക. സമദർശനം എന്ന് വെച്ചാല് ഒറ്റ ഒരു ദൃശ്യമേ കാണുള്ളൂ. എവിടെ നോക്കിയാലും ഒറ്റ ഒരു ദൃശ്യമേ കാണുള്ളൂ. അതിനാണ് പരാഭക്തി എന്ന് പറയുന്നത്. പരമമായ ജ്ഞാനവും അതുതന്നെ. എന്നാൽ ഈ ജ്ഞാനം എന്ന് പറയുന്നത് അതാണ് സമദർശനം. സർവത്ര ഭഗവാനെ കാണുന്നതാണ് ജ്ഞാനം. സർവത്ര സമദർശനം, ഭഗവാനെ മാത്രം കാണുന്ന കഴിവാണ് പരാഭക്തി. പരാഭക്തി തന്നെയാണ് ജ്ഞാനം, ജ്ഞാനം തന്നെയാണ് പരാഭക്തി എന്ന് ഭഗവാൻ പറയുന്നു. പരമമായ ജ്ഞാനവും അത് തന്നെ. എന്നാൽ ഈ ഭക്തി ജ്ഞാനവും ആരംഭത്തിൽ ഒരു സാധകനെ അച്ഛനെയും അമ്മയും എന്ന പോലെ ഒരുമിച്ച് നിന്ന് കൈപിടിച്ച് സത്യത്തോട് അടുപ്പിക്കുന്നു. തുടക്കത്തിൽ സാധകന് തുടക്കത്തിൽ തന്നെ ഈ അനുഭവം ഉണ്ടാവില്ല. പതുക്കെ ഭഗവാൻ അച്ഛനും അമ്മയും കൈപിടിച്ച് കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകുന്ന പോലെ ഈ രണ്ട് അനുഭവങ്ങളും ചേർന്ന് ഭഗവാനിലേക്ക് നയിക്കുകയാണ്. മനസ്സിലായില്ലേ? ഒരു വ്യക്തിയെ കുറിച്ചുള്ള അറിവും സ്നേഹവും പോലെയാണ് ജ്ഞാനവും ഭക്തിയും. ആരെയും അറിയാതെ നമുക്ക് സ്നേഹിക്കാതെ കൂടുതൽ അറിയുവാനോ സാധിക്കില്ല, ഇല്ലേ? അതുപോലെ ഗുരുവിൽ നിന്നും ആത്മതത്വം ഗ്രഹിക്കുന്നതോടെ ജ്ഞാനം ആരംഭിക്കുന്നു. തുടർന്ന് ആത്മാവിൽ നേടാനായി ധ്യാന മനനാദി സാധനങ്ങളിൽ ഏർപ്പെടുന്നു. മനനം ചെയ്യണം, ചിന്തിച്ചോണ്ടിരിക്കണം. ധ്യാനം ചെയ്ത വസ്തുവിനെ പറ്റി, നമ്മുടെ ധ്യാന വസ്തുവിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ച് മനനം ചെയ്യണം എപ്പോഴും. മനസ്സിലായില്ലേ? അപ്പം വേറെ ഒന്നിലും നമ്മുടെ ശ്രദ്ധ പതറിപ്പോവാൻ പാടില്ല. തുടർന്ന് ചിത്തം സ്നേഹമർപ്പിക്കുന്ന സാധകന് ഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് ആത്മപ്രീതി പ്രസന്നമാകുന്നതോടെ വസ്തുസ്ഥിതിയിൽ ആത്മാവ് ആരാണെന്ന് അറിയുവാനാകുന്നു. അപ്പൊ ഗുരുവാണ് കഴിപിടിച്ച് കൊണ്ടുപോകേണ്ടത്. ഗുരുവിലൂടെ ആത്മതത്വം ഗ്രഹിക്കുന്ന ആൾ ചുമ്മാ ഇരിക്കില്ല, നല്ല സാധന ചെയ്യും. എന്താണ് സാധന? ധ്യാനം, ജപം, ഇതൊക്കെ ചെയ്ത് മനനം ഇതൊക്കെ ചെയ്തുകൊണ്ട് നിരന്തരം സാധനയിൽ ഏർപ്പെടും. അതിൻ്റെ കൂടെ ഗുരുവിന്റെ ഉപദേശം അനുസരിച്ചുകൊണ്ട് ആത്മപ്രീതി നേടി പ്രസന്നനാകും. മനസ്സിലായില്ലേ? അപ്പം ആത്മാവ് ആരാണ്? ആത്മാവെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് എന്നുള്ള ആ ഒരു ബോധം ഉണ്ടാവും. ആനന്ദബോധമാണ് ആത്മാവിനുള്ളിൽ അനുഭവിച്ചറിയാൻ കഴിയുന്നു എന്ന് താല്പര്യം. സമാധി പാകപ്പെടുന്നതോടെ ആത്മാവിന്റെ വലിപ്പം എത്രമാത്രമാണെന്നും അറിയുവാൻ കഴിയുന്നു. താൻ ഉള്ളിൽ അനുഭവിക്കുന്ന ആനന്ദബോധം ജഗത്തിലുടനീളം ഇടതിങ്ങി നിൽക്കുന്ന അനന്ത സത്തയാണെന്ന് അറിയുവാൻ കഴിയുന്നു എന്ന് താല്പര്യം. ഈ അനുഭവഘട്ടത്തിലാണ് ജ്ഞാനവും ഭക്തി ജ്ഞാനത്തെയും വികസിപ്പിച്ച് മുന്നേറുക. അറിയുന്തോറും കൂടുതൽ ഭക്തി കൂടുന്തോറും കൂടുതൽ അറിവ്. ഇതാണ് ക്രമം. പക്ഷെ രണ്ടായി നിൽക്കുന്നിടത്തോളം ഭക്തി അപരാഭക്തിയാണ്. ഒന്നായ നിന്നെ രണ്ടെന്ന് കാണുമ്പം അത് അപരാഭക്തി, രണ്ടായ നിന്നെ ഒന്നായി കാണുമ്പോൾ അത് പരാഭക്തി. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഞാൻ അഖണ്ഡമായ ആനന്ദബോധത്തിൽ ചേർന്ന് നിൽക്കുന്നതായി കാണുന്നു. ജ്ഞാനം അഥവാ അതനാണ് പരാഭക്തി എന്ന് പറയുന്നത്. ഞാനും ഈശ്വരനും ഒന്ന് തന്നെ എന്നുള്ള അറിവ്. ഞാനും ഈശ്വരൻ മാത്രമേ സർവത്ര ഉള്ളൂ, ഞാനും ആ ഈശ്വരനും ഒന്ന് തന്നെ, ഈശ്വരന്റെ ഭാഗമാണെന്ന് പോലുമല്ല. ഞാനും ഈശ്വരനും ഒന്ന് തന്നെ, ഞാനും ഈശ്വരൻ തന്നെ. ഭഗവാൻ പറയും, ഐ ആം ഗോഡ്, യു ആർ ഗോഡ്, ഐ നോ ഇറ്റ്, യു ഡോണ്ട് നോ ഇറ്റ്. സ്വാമി എപ്പോഴും പറയും. സ്വാമി ഒരിക്കലും ഒരു ഭക്തൻ ചോദിച്ചു, സ്വാമി ആർ യു ഗോഡ്? യെസ്, ഐ ആം ഗോഡ്. യു ആർ ഓൾസോ ഗോഡ്. ഐ നോ ഇറ്റ്, യു ഡോണ്ട് നോ ഇറ്റ് എന്ന് സ്വാമി പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് പരാഭക്തി എന്ന് പറഞ്ഞാല് ഞാനും ഭഗവാനും ഒന്ന് തന്നെ, ഞാൻ തന്നെയാണ് ഭഗവാൻ, ഭഗവാൻ തന്നെയാണ് ഞാൻ. ആ അറിവ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് പരാഭക്തി. അപ്പം അങ്ങനെ അല്ലാതെ ഭഗവാൻ വേറെയാണെന്ന് വിചാരിച്ചു പോയാൽ അത് അപരാഭക്തിയായി മാറും.
ഈ നിർവികൽപ്പ സമാധിയുടെ അവസ്ഥയിൽ ഇതാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശ്രീരാമകൃഷ്ണദേവന്റെ നിർവികൽപ്പ അവസ്ഥയെ കണ്ടാല് എന്തൊരു പരമാനന്ദമാണ് മുഖത്ത്. മുഖം അങ്ങനെ ആനന്ദം കൊണ്ട് അങ്ങനെ വികസിച്ചിങ്ങനെ സർവം മറന്നിട്ടുള്ള ആ ഒരു ആനന്ദാനുഭവം. കാരണം ആ ബ്രഹ്മാനുഭവം അനുഭവിക്കുന്നതിന്റെ ആ ഒരു ചൈതന്യമാണ് നമ്മൾ ഭഗവാനിൽ കാണുന്നത്. ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ എത്തുന്നതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. അങ്ങനെ നിർവികൽപ്പ സമാധി അവസ്ഥയിലെത്തി ഞാനും ഭഗവാനും ഒന്ന് തന്നെ എന്നറിഞ്ഞാൽ പിന്നെ എവിടെയാ ലയിക്കേണ്ടത്? ഭഗവാനിൽ. ഭഗവാൻ ലയിച്ചാൽ പിന്നെ എന്താണ്? മോക്ഷം. അത് തന്നെയാണ് മോക്ഷം. നിരന്തരം ലോകകർമ്മങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരുവന് ക്രമേണ ഈ പരാഭക്തി അനുഭവത്തിൽ എത്താൻ കഴിയുമോ? അതാണ് ചോദിക്കുന്നത്. നമ്മളെ പോലെയുള്ളവർക്ക് എപ്പോഴും ലോകകാര്യങ്ങൾ തന്നെ ഏർപ്പെട്ട് നമുക്ക് ഈ പരാഭക്തിയൊക്കെ അനുഭവിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പിന്നെ കഴിയുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറഞ്ഞ തീർച്ചയായിട്ടും പറ്റും, നിങ്ങൾക്കും പറ്റും. നമുക്ക് ഹോപ്പുണ്ട് കേട്ടോ, നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് ഭഗവാൻ പറയുന്നത്? സർവകർമാണ്യഭി സദാ കുർവണോ മദ്യപാശ്രയഃ മത്പ്രസാദമമാപ്നോതി ശാശ്വതം പദമവ്യയം. സർവകർണാണി അപി, ഇപ്പോഴ് സ്വഭാവനിയതങ്ങൾ സ്വധർമാനുഷ്ഠാനങ്ങൾ. നമുക്ക് ഓരോരുത്തർക്കും സഹജമായ സ്വഭാവമുണ്ട്. അതനുസരിച്ചുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ സ്വധർമ്മം. അത് ചെയ്യുമ്പോഴ് കർമ്മങ്ങൾ എന്തു തന്നെയും സദാ കുർവാണ്, എപ്പോഴും അനുഷ്ഠിച്ചാലും മത് വ്യപാശ്രയ, എന്നെ ശരണം പ്രാപിക്കണം. എന്നെ ശരണം പ്രാപിച്ചാൽ ഭഗവാൻ പറഞ്ഞിട്ട് ഇതിനു മുമ്പ് പറഞ്ഞത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചക. പാർത്ഥ എല്ലാം ഉപേക്ഷിച്ച് എന്ന് വെച്ചാൽ എല്ലാ കർമ്മങ്ങളും ധർമ്മങ്ങളും ഉപേക്ഷിക്കാനല്ല ഭഗവാൻ പറഞ്ഞത്. എല്ലാം ഞാനല്ല ചെയ്യുന്നത്, ഭഗവാനാണ് ചെയ്യുന്നത്. കർത്തൃഭാവം ഉപേക്ഷിച്ചുകൊണ്ട് സർവവും എനിക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാനാണ് ചെയ്യുന്നത്, നീയല്ല ചെയ്യുന്നുള്ള ഭാവത്തോടുകൂടി ചെയ്തു നോക്കൂ. നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം. നിന്റെ മോക്ഷ ഇച്ഛാമി മാ ശുചക, നിനക്ക് മോക്ഷം തരാനും നിനക്ക് നിന്റെ എല്ലാ പ്രവൃത്തികളുടെ ഫലങ്ങൾ തരുവാനും ഞാൻ അവിടെ ഉണ്ടാവും. അത് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എന്നെ ശരണം പ്രാപിക്കണം. എന്ത് ജോലി ചെയ്യുമ്പോഴും എന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് ചെയ്യുക. ശാശ്വതം, നിത്യവും അവ്യയം, ഒരിക്കലും ഒരു മാറ്റവും വരാത്ത, ഒരു ഒഴിവുമില്ലാത്ത, ഒരു കുറവും വരാത്തതായ, അവ്യയം എന്ന് വെച്ചാൽ ഒരിക്കലും വ്യയം വരാത്ത, ഒരിക്കലും കുറവ് വരാത്ത എന്റെ കാരുണ്യം മൽപ്രസാദാൽ, എന്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ എന്റെ കാരുണ്യം കൊണ്ട് ശാശ്വതം, നിത്യവും അവ്യയം, ഒരിക്കലും ഒഴിവില്ലാത്തതുമായ പദം ബ്രഹ്മസ്ഥിതി പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരിക്കലും ഒഴിവില്ല, അതിനൊരിക്കലും കുറവുണ്ടാവില്ല. ആ അവപ്നോതി, ക്രമേണ പ്രാപിക്കുക തന്നെ ചെയ്യും. അതായത് എന്ത് ചെയ്യണം? അവൻ ചോദിച്ചില്ലേ, അപ്പൊ നമുക്ക് പരാഭക്തി ഒന്നും ഇല്ലല്ലോ ഭഗവാനെ, അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് ഭഗവാനെ പ്രാപിക്കുക? ഞങ്ങൾക്ക് പരാഭക്തി ഉണ്ടാവുമോ? ലൗകിക കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഇങ്ങനെ നടക്കുകയല്ലേ, അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയാ പരാഭക്തി ഉണ്ടാവുക? അപ്പൊ ഞാൻ ഉണ്ടാവുമല്ലോ, ഒരു പ്രശ്നമില്ല. എന്താ വേണ്ടത്? ലൗകിക കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, പക്ഷെ എന്നിൽ ശരണാഗതരായിക്കൊണ്ട് എനിക്ക് വേണ്ടി ഞാനാണ് ചെയ്യുന്നുള്ള ഭാവത്തിൽ എന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് ചെയ്തോളൂ. അപ്പൊ പിന്നെ എല്ലാം എന്റെ കാരുണ്യം കൊണ്ട് എല്ലാ ശാശ്വതമായ ആ ബ്രഹ്മാനുഭവം നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാം. സ്വഭാവനീതങ്ങളായ കർമ്മങ്ങൾ, അതായത് സ്വധർമ്മങ്ങൾ എന്തു തന്നെയും എപ്പോഴും അനുഷ്ഠിച്ചാലും എന്നെ ശരണം പ്രാപിക്കുക. എന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ ശരണം പ്രാപിച്ച് ചെയ്യണം. ഒരുവൻ എന്റെ കാരുണ്യം കൊണ്ട് നിത്യവും ഒരിക്കലും ലാഭവും ഒരിക്കലും ഒരു ഒഴിവില്ലാത്തതുമായ നിത്യമായതുമായ ബ്രഹ്മസ്ഥിതി ക്രമേണ പ്രാപിക്കുക തന്നെ ചെയ്യും. അങ്ങനെ എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പം എനിക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നിൽ ശരണാഗതനായിക്കൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രമേണ എന്റെ കാരുണ്യം കൊണ്ട് ആ സ്ഥിതി പ്രാപിക്കുവാനായിട്ടാകും. മത്പ്രസാദാവപ്നോതി എന്നാണ്, എന്റെ പ്രസാദം കൊണ്ട്. എന്താണ് പ്രസാദം? സ്വഭാവനിയതമായ കർമ്മം ആർക്കും ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ സ്വധർമ്മങ്ങൾ നമ്മൾ വിചാരിച്ചാൽ പോലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, ചെയ്തേ പറ്റൂ. പിന്നെ കഴിയുന്നത്ര തനിക്കും സമൂഹത്തിനും ദോഷം ഒഴിവാക്കി അത് സ്വധർമ്മമായി അനുഷ്ഠിക്കുന്ന കാര്യം മാത്രമേ ചിന്തിക്കാനുള്ളൂ. അതായത് നമ്മുടെ സ്വഭാവനിയതമായ, നമ്മുടെ സ്വഭാവത്തിന്, നമ്മുടെ വാസനകൾക്ക് അനുസരിച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്യുമ്പോൾ
സമൂഹത്തിനോ മറ്റുള്ളവർക്കോ ഒരു ദോഷവും ഉണ്ടാകാത്ത മാതിരി നമ്മുടെ കർമ്മങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു കർമ്മം എപ്പോഴും അനുഷ്ഠിച്ചാലും അത് ഭഗവത് കാരുണ്യമുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുന്നവർക്ക് ഭഗവത് കാരുണ്യം കിട്ടുകയാണെങ്കിൽ ബ്രഹ്മസ്ഥിതി ലഭ്യമാകും. എന്താണ് ഭഗവത് കാരുണ്യം? സാധകന്റെ ചിത്തപ്രസാദം തന്നെയാണ് ഭഗവത് കാരുണ്യമുണ്ടെന്നതിന് തെളിവ്. ഒരു ഭക്തനെ കണ്ടാല്, ഭക്തന്റെ പെരുമാറ്റം കണ്ടാല്, ഭക്തന്റെ ജീവിത രീതി കണ്ടാല് അവിടെ സദാ പ്രസന്നതയാണെങ്കിൽ, സദാ ശാന്തിയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഭഗവത് കാരുണ്യമുണ്ടെന്ന് തന്നെയാണ്. ഭഗവത് കാരുണ്യമുള്ള ആളാണ് എന്ന്. ചിത്തപ്രസാദം, അതായത് ഒരു ഭക്തന്റെ അല്ലെങ്കിൽ സാധകന്റെ ചിത്തപ്രസാദം കൊണ്ടിട്ടാണ് നമുക്ക് മനസ്സിലാവുക. ഭഗവത് കാരുണ്യമുണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഒരാളുടെ വ്യക്തിത്വത്തിലെ ചിത്തപ്രസാദവും ശാന്തതയും. മനസ്സിലായില്ലേ? ഒരു തരത്തിലുള്ള നിരാശയോ സങ്കടമോ ഒന്നുമില്ല. എപ്പോഴും പ്രസന്ന ഭാവത്തിൽ എല്ലാവരോടും സ്നേഹമായിരിക്കുക, അതാണ്. പക്ഷെ അതെങ്ങനെ ഉണ്ടാവും? തെളിവൊക്കെ തന്നു ഭഗവാൻ, പക്ഷെ അതെങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുക. അപ്പൊ പറയാ, കർമാനുഷ്ഠാന വേളയിൽ സദാ ഭഗവാനെ ശരണം പ്രാപിച്ചാൽ അതുണ്ടാവും. സദാസമയം ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉണ്ടാവും. ചിത്തപ്രസാദം ഉണ്ടാവും. ശരണം ഫലചിന്തയ്ക്ക് ബുദ്ധിയെ അഴിച്ചുവിടാതെ കർമ്മം ഭഗവത് ആരാധന എന്ന ഭാവേന ചെയ്യുകയാണ് ശരണം പ്രാപിക്കുക. അതാണ്. എന്താണ് ശരണം പ്രാപിക്കുക എന്ന് വെച്ചാല്? ശരണം പ്രാപിക്കുക എന്ന് വെച്ചാൽ അർത്ഥം ഫലചിന്ത ഒന്നും, ബുദ്ധിയാണ് ഫലചിന്തയൊക്കെ കാംക്ഷിക്കുന്നത്. ബുദ്ധിയൊന്നും ഉപയോഗിക്കാതെ ഫലചിന്തയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർമ്മം ഭഗവാന്റെ ആരാധനയായിട്ട് ചെയ്യണം. വർക്ക് ഇസ് വർഷിപ്പ്. ഞാൻ ചെയ്യുന്ന ജോലി എൻ്റെ ഭഗവാനുള്ള ആരാധനയാണ്. എന്ത് ചെയ്താലും അത് ആരാധനയായിട്ട് ചെയ്യുക. അങ്ങനെ ഭാവന ചെയ്യണം. നമ്മുടെ മനസ്സിന്റെ സങ്കല്പമാണ് എല്ലാം. ഭഗവാൻ ഒരു കല്ലിലുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ഭഗവാൻ നമ്മുടെ മനസ്സിന്റെ സങ്കല്പം അല്ലേ? ഭാഗവതത്തിൽ ഭഗവാൻ ഉണ്ടെന്ന് നമ്മൾ കരുതുന്നത് എന്തുകൊണ്ടാ? പുസ്തകമല്ലേ? പുസ്തകത്തിൽ ഭഗവാൻ ഉണ്ടെന്ന് നമ്മൾ കരുതുന്നു. അതല്ലേ അതിന് പട്ടുകൊണ്ട് പൊതിഞ്ഞും അതിനെ പൂവിട്ടൊക്കെ നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ സങ്കല്പമാണ്. അതുപോലെ ഭഗവാൻ പറയാണ്, ഈ ഭാവന ആണ് നമുക്കുണ്ടാവേണ്ടത്. അതിന് തന്നെയാണ് ശരണം പ്രാപിക്കുക. ഭഗവാനെ ഞാൻ ഇത് അർപ്പിക്കുന്നേ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് പറഞ്ഞ്, ഹൃദയം കൊണ്ട് പറഞ്ഞ്, വെറുതെ വാഗൊണ്ട് പറഞ്ഞാൽ പോരാ, ഹൃദയം കൊണ്ട് അനുഭവിച്ചത് പറയുകയാണെങ്കിൽ അത് തന്നെയാണ് ശരണാഗതി എന്ന് പറയുന്നത്. ഇത് സാധിച്ചാൽ ക്രമേണ നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഒരു കുറവുമില്ലാത്തതായ ബ്രഹ്മസ്ഥിതി പ്രാപിക്കാം. ദേഹമുള്ളിടത്തോളം കാലം വീണ്ടും പഴയ കർമ്മം തന്നെ തുടർന്നാലും ബ്രഹ്മനിഷ്ഠയ്ക്ക് ഒരു കേടും, അതായത് ബ്രഹ്മനിഷ്ഠ പ്രാപിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മനിഷ്ഠനായ ഒരാൾ ഏതെല്ലാം കർമ്മങ്ങളിൽ ഏർപ്പെട്ടാലും, ലൗകിക കാര്യങ്ങളിൽ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കും. പക്ഷെ ഒരു പ്രശ്നവുമില്ല. എന്ത് ചെയ്താലും കുചേലനെയൊക്കെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്താലും അവരെ അത് അഫക്റ്റ് ചെയ്യില്ല. കർമ്മം ചെയ്യുമ്പോൾ ഭഗവാനെ ശരണം പ്രാപിക്കണമെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണെന്നും കൂടെ ഒന്ന് വ്യക്തമാക്കാമോ എന്ന് ചോദിക്കുകയാണ് അർജുനൻ. ഭഗവാന്റെ ഒരു ക്ഷമ നോക്കണേ. എത്ര നന്നായിട്ടാണ് ഭഗവാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് എത്ര ക്ഷമയോടെയാണ് ഉത്തരം പറയണം. ഭഗവാൻ പറഞ്ഞു, ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്താ സതതം ഭവ. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരാ. സന്യാസം എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക എന്നാണ്. ബുദ്ധിയും യോഗം ഉപാശ്രിത്യ മച്ചിത്ത സതതം ഭവ. സർവകർമാണി, ശരീരം, വാക്ക്, മനസ്സ് എന്നീ ഉപകരണങ്ങൾ കൊണ്ട്, നമ്മുടെ കരണങ്ങളാണ്, നമുക്ക് തന്നിരിക്കുന്ന ഉപകരണങ്ങളാണത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ചേതസ, മനസ്സുകൊണ്ട്, മൈ സന്യസ്യ, എന്നിൽ അർപ്പിക്കുക. സന്യസിക്കുക ഉപേക്ഷിക്കുക, എന്നെ ഉപേക്ഷിക്കുക, എന്നിലേക്കത് സന്ദേശിപ്പിക്കുക. എന്നിൽ സമർപ്പിച്ച് മത്പര, പരമാത്മാവായ എന്നെ പ്രാപിക്കുകയാണ് ലക്ഷ്യമെന്നുറപ്പിച്ച്, ബുദ്ധി യോഗം ഉപാശ്രിത്യ, എന്നിൽ തന്നെ ബുദ്ധിയെ സദാ ഏകാഗ്രമാക്കി നിർത്തി, സദാസമയം മച്ചിത്ത ഭവ, എന്നെ ധ്യാനിക്കുന്നവനായി ഭവിക്കൂ. ബുദ്ധി യോഗം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? യോഗം എന്ന് വെച്ചാൽ യോജിപ്പ്. നമ്മുടെ ബുദ്ധിയെ ഭഗവാൻ സമർപ്പിക്കുകയാണ്. ഭഗവാൻ ചെയ്തോട്ടെ, എല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ നടന്നോട്ടെ എന്ന് നമ്മൾ വാഗൊണ്ട് പറഞ്ഞാൽ പോരാ, നമ്മള് അങ്ങനെ ആശ്രയിക്കണം. ആ ഉപാശ്രിത്യ, എന്നെ അങ്ങനെ ആശ്രയിക്കണം.
ശരീരം, വാക്ക്, മനസ്സ് എന്നീ കർണങ്ങൾ കൊണ്ട് അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങളും മനസ്സുകൊണ്ട് എന്നിൽ സമർപ്പിച്ച് പരമാത്മാവായ എന്നെ പ്രാപിക്കുകയാണ് ലക്ഷ്യമെന്നുറച്ച് എന്നിൽ തന്നെ ബുദ്ധിയെ സദാ ഏകാഗ്രമാക്കി നിർത്തി സദാസമയം എന്നെ ധ്യാനിക്കുന്നവനായിട്ട് ഭവിക്കുക. മച്ചിത്ത സതതം ഭവ, സതതം എന്നെ ധ്യാനിക്കുന്നവനായിട്ടിരിക്കൂ. അതാണ് ജീവിതത്തിൽ സദാസമയവും പരമാത്മാവായ ഭഗവാനെ ധ്യാനിക്കുന്നവനായി തീരണം. ഇതാണ് ഭഗവത് ആശ്രയത്വം. ഭഗവാനെ ആശ്രയിക്കുന്ന എന്നതിന്റെ അർത്ഥം സദാസമയം ഭഗവത് ചിന്ത മനസ്സിൽ വെക്കുന്നത്. കർമ്മം ചെയ്യുന്ന ഒരാളിന് ഇത് എങ്ങനെ സാധിക്കും? സർവകർമ്മ സമർപ്പണം കൊണ്ട് സാധ്യമാകും. നമ്മളെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം കർമ്മങ്ങൾ, അപ്പൊ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ഭഗവാനെ ധ്യാനിക്കാൻ പറ്റുക? അപ്പോഴാണ് നമ്മൾ പറയുന്നത് പിന്നെ നമ്മളെ ഏകാഗ്രമാക്കി ഭഗവാനിൽ തന്നെ ഏകാഗ്രമാക്കി നിർത്തി സദാസമയം എന്നെ ധ്യാനിക്കുന്നവനായി ഭവിക്കുക. മച്ചിത്ത സതതം ഭവ, ജീവിതത്തിൽ സദാസമയം പരമാത്മാവായ ഭഗവാനെ ധ്യാനിക്കുന്നതിനായി തീരണം. ഇതാണ് ഭഗവാനെ ആശ്രയിക്കൽ. കർമ്മം ചെയ്യുന്ന ഒരാളിന് ഇതെങ്ങനെ സാധിക്കും? സർവകർമ്മ സമർപ്പണം അതുകൊണ്ട് സാധ്യമാകും. ദേഹം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ കർമ്മം ചെയ്യുമ്പോഴൊക്കെ ഈ സർവകർമ്മ സമർപ്പണം അഥവാ ക്രിയാദ്വൈതം, അതായത് ക്രിയാദ്വൈതം എന്ന് വെച്ചാൽ ക്രിയയിൽ അദ്വൈതം, എല്ലാം ഭഗവാന് സമർപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് മനസ്സിനെ അഭ്യസിപ്പിക്കണം. എൻ്റെ എല്ലാ കർമ്മചലനങ്ങളും പ്രപഞ്ചരൂപേണ പ്രത്യക്ഷമായി നിൽക്കുന്ന പരമാത്മാവിന്റെ ആരാധനയാണെന്ന് ഭാവന ചെയ്തുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കണം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ പ്രപഞ്ചം നമ്മൾ കാണുന്ന പ്രത്യക്ഷത നമ്മൾ ഭഗവാനെ കാണുന്നതായിട്ട് കരുതണം. പ്രപഞ്ചം ഭഗവാന്റെ പ്രത്യക്ഷതയാണ്. ഭഗവാൻ പ്രത്യക്ഷമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്ന് നമ്മൾ കരുതണം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ആ ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. ഭാവനയാണ് ഇതെല്ലാം. സങ്കല്പം കൊണ്ടാണ് നമുക്ക് എല്ലാം ഉണ്ടാവുന്നത്. അത് സാധ്യമാണെങ്കിൽ വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. അതാണ് മത്പരത്വം. മത്പരത്വം വെച്ചാൽ വ്യക്തമായ ലക്ഷ്യബോധം എന്താണ്? എന്നെ തന്നെ പ്രാപിക്കണം എന്നുള്ള പരമമായ ജീവിത ലക്ഷ്യം ബ്രഹ്മ സാക്ഷാത്കാരമാണെന്ന് ഉറപ്പിക്കണം. അങ്ങനെയായാൽ തൽക്കാല കർമ്മഫലങ്ങളിൽ മനസ്സ് അലഞ്ഞു തിരിയാൻ ഇടയാവുകയില്ല. സർവകർമ്മം അർപ്പണവും ലക്ഷ്യബോധവും വന്നാൽ പിന്നെ ബുദ്ധിയെ ബ്രഹ്മത്തിൽ സദാ ഏകാഗ്രപ്പെടുത്തി നിർത്താൻ കഴിയും. ഇതാണ് ബുദ്ധിയോഗം. ബുദ്ധിയോഗം എന്ന് വെച്ചാൽ എന്താണ്? ബുദ്ധിയെ ഭഗവാനിൽ സദാസമയവും ഏകാഗ്രമാക്കി നിർത്തുന്നതിനാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത്. അത് എങ്ങനെ സാധിക്കും? സർവകർമ്മങ്ങളും ഭഗവാനാണ്. ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ ശരണാഗതനായിക്കൊണ്ട് ലക്ഷ്യബോധം എന്താണ്? ഭഗവാനെ പ്രാപിക്കുക. ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യബോധം. അതോടുകൂടി നിർത്തുന്ന ബുദ്ധിക്കാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത്. തുടർന്ന് ശരിയായ കർമ്മം ചെയ്യും. മനസ്സ് ഫലചിന്ത വെടിഞ്ഞ് ഭഗവാനിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. കർമ്മമയമായ ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മച്ചിത്തത്വം വന്നാൽ എന്താണ് പ്രയോജനം? അപ്പൊ കർമ്മമയമായ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാതെ ലൗകിക ജീവിതം സാധിക്കില്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ മച്ചിത്തത്വം, അതായത് ഭഗവാനിൽ തന്നെ എപ്പോഴും ചിത്തം രമിക്കുന്ന ഒരവസ്ഥ വന്നാൽ എന്താണ് ഉണ്ടാവുക എന്ന് എന്നിട്ട് പ്രയോജനം എന്താണെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വന്നില്ലെങ്കിൽ അതുകൊണ്ട് ദോഷമുണ്ടോ എന്ന് അതായത് ഭഗവാനിൽ തന്നെ സദാസമയം ചിത്തം രമിച്ചില്ലെങ്കിൽ ദോഷമുണ്ടോ എന്ന്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഭഗവാൻ തരുന്നത്. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അധ ചേത്തം അഹങ്കാരത്ന ശോഷസ്യ വിനിക്ഷസി. മച്ചിത്ത, സദാ എന്നെ ധ്യാനിക്കുന്ന ത്വം, നീ, മത്പ്രസാദാ, ചിത്തപ്രസാദം നേടി എന്റെ കാരുണ്യത്തിന് പാത്രമാകുന്നതോടെ സർവദുർഗാണി, എല്ലാ ദുർഗം എന്ന് വെച്ചാൽ വിഷമഘട്ടങ്ങൾക്കാണ് ദുർഗം എന്ന് പറയുന്നത്. എല്ലാ വിഷമഘട്ടങ്ങളെയും തരിശ്യസി, ലഘുവായിട്ട് കടന്നു പോകും. അഥ ഇനിയും അഹങ്കാരാത്, ഞാൻ കേമനാണെന്ന ഭാവത്തോടെ ശ്രോതസി, ഇത് കേൾക്കാൻ ഭാവമില്ലെങ്കിൽ. ഞാനിപ്പോ പറഞ്ഞത് എന്താണ്? ഭഗവാൻ എന്താണ് പറഞ്ഞത്? സദാ എന്നെ ധ്യാനിച്ചുകൊണ്ട് എന്റെ കാരുണ്യത്തോടുകൂടി സദാ പ്രസന്ന ചിത്തനായിരിക്കുകയാണെങ്കിൽ എല്ലാ വിഷമഘട്ടങ്ങളെയും നിനക്ക് പെട്ടെന്ന് തരണം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ കേവനാണെന്നുള്ള ഭാവത്തോടെ അഹങ്കാരത്തോടുകൂടി ഞാൻ പറയണ ഒന്നും കേൾക്കാൻ ഭാവമില്ലെങ്കിൽ പല പ്രകാരത്തിലും നിനക്ക് നാശം സംഭവിക്കും. അതാണ് വിനിശ്വസി.
സദാ എന്നെ ധ്യാനിക്കുന്ന നീ ചിത്തപ്രസാദം നേടി എന്റെ കാരുണ്യത്തിന് പാത്രമാകുന്നതോടെ എല്ലാ വിഷമഘട്ടങ്ങളെയും ലഘുവായി തരണം ചെയ്യും. ഇനിയും ഞാൻ കേമനാണെന്നുള്ള ഭാവത്തോടുകൂടി നീ ഞാൻ പറയുന്നതും കേൾക്കാൻ ഭാവമില്ലെങ്കിൽ പല പ്രകാരത്തിലുള്ള നാശനഷ്ടങ്ങൾ നിനക്കുണ്ടാവും എന്ന് പറയണം. ന ശ്രോഷ്യസി ന ശ്രോഷ്യസി വിനങ്ഷ്യസി ന ശ്രോഷ്യസി ശ്രോത്രം എന്ന് വെച്ചാൽ കേൾക്കുക. വിനങ്ഷ്യസി ഈശ്വരധ്യാനം നിരന്തരമായ ചിത്തം പ്രസന്നമാകും. ഉള്ളിലുള്ള പരമാത്മാവിന്റെ ആനന്ദ സ്വരൂപം ഏകാഗ്ര ചിത്തത്തിൽ പ്രതിബിംബിക്കുന്നത് തന്നെയാണ് ഈ പ്രസാദാനുഭവം. ഇത് തന്നെയാണ് ഭഗവത് കാരുണ്യത്തിന്റെ പ്രകട രൂപം. ഈ ചിത്തപ്രസാദമാണ് ഒരാൾക്ക് ഭഗവത് കാരുണ്യം ഉണ്ടതിനുള്ള ലക്ഷണം. ഇതോടെ ഏത് കാര്യത്തിലും ഈശ്വരൻ തന്റെ കൂടെയുണ്ടെന്ന് ബോധ്യമാകും. ഏത് വിഷമഘട്ടവും എളുപ്പത്തിൽ തരണം ചെയ്യുവാൻ ഉള്ള ചുറ്റുപാടുകൾ വന്നു ചേരും. നമ്മൾ വിചാരിക്കാതെ തന്നെ ആ ചുറ്റുപാടുകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കും. കാരണം ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെ കടന്നു പോകണമെന്ന് വ്യക്തമായിട്ട് നമുക്ക് ഗ്രഹിക്കുവാനാകും. തുടർന്ന് ഈശ്വരബോധം വളരുന്നതോടെ ജീവിതം ധന്യമായി ബ്രഹ്മാനുഭവം കൈവരികയും ചെയ്യും. ഇതിന് വിപരീതമായ ഗതിയാണ് നീ സ്വീകരിക്കുന്നതെങ്കിൽ, അതായത് ഞാൻ കേമനാണെന്ന് ഭാവിച്ചുകൊണ്ട് കർമ്മമാർഗത്തിൽ ചരിക്കുക, അവിടെ ഫലചിന്ത കൊണ്ട് മനസ്സ് ഫലേച്ഛ കൊണ്ട് മനസ്സ് സദാ വ്യാകുലമാവുക, ഫലം അനുകൂലമാകുന്നിടത്തും അഹങ്കാരത്തിന് കട്ടികൂടും. അനുകൂലമാകുമ്പോ ഞാൻ എല്ലാം സാധിച്ചു എന്നുള്ള ഭാവം വരും, ആത്മാനന്ദം നഷ്ടമാകും. അപ്പോഴ് അങ്ങനെ വിഷമഘട്ടത്തിൽ സംഘബദ്ധനായി നേർമാർഗം കാണാൻ കഴിയാതെ അബദ്ധത്തിൽ സഞ്ചരിക്കും. വിഷമഘട്ടം വരുമ്പോഴത്തേക്കും എന്ത് പറ്റും? സംഘബദ്ധനാവും. അതായത് അതിലൊക്കെ ഒട്ടി നിന്നുകൊണ്ട് സത്യത്തിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ കർമ്മവാസന അടിഞ്ഞുകൂടി അസംതൃപ്തി പെരുകി ജീവിതം അധന്യമെന്ന് തോന്നാനും, വെറുതെ ജീവിതം നിഷ്പ്രയോജനമാണെന്ന് തോന്നാനുള്ള കാര്യം ഇടയുണ്ടാകും. അഹങ്കാരത്തിൽ നിന്നാണ് അതൊക്കെ വരുന്നത്. അതുകൊണ്ട് ഫലം എന്താണ് ഉണ്ടാവാൻ പോണത്? ജനന മരണങ്ങളിൽ പെട്ടിങ്ങനെ ഉഴന്നുകൊണ്ടിരിക്കും. ഇതാണ് പല പ്രകാരത്തിലും സംഭവിക്കാനുള്ള നാശം. പറഞ്ഞില്ലേ, നീ അഹങ്കാരത്തോടുകൂടി ഇത് ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ നിനക്ക് നാശം ഉണ്ടാകും. എന്താണ് നാശം? ഇത് തന്നെയാണ് നാശം. സംഘബദ്ധനായിക്കൊണ്ട് ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ മുഴുകി കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് തന്നെയാണ്. ബുദ്ധിപൂർവം ഭഗവൻ നിർദ്ദേശം അനുസരിക്കുന്നില്ലെങ്കിൽ അർജുനന്റെ തൽക്കാല സ്ഥിതി തന്നെ നാശത്തിന് വഴിതെളിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഭഗവാൻ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇനി അഹങ്കാരത്തോടു കൂടി അർജുനൻ തന്നിഷ്ടം കാണിക്കാനാണ് പോകുന്നതെങ്കിൽ ആ സ്ഥിതി എങ്ങനെയാണ് നാശത്തിലേക്ക് നയിക്കുക എന്ന് ഭഗവാൻ പറയാൻ പോവാണ്. യദഹംകാരമാശ്രിത്യ നയോസു ഇതി മന്യസേ മിഥ്യൈഷ വ്യവസായസ്തേ പ്രതിസ്ത്വാം നിയോഷ്യസി. അഹങ്കാര ആശ്രിത്യ, ഞാൻ കേമൻ എന്ന ഭാവത്തിൽ, നയോത്സേ, ഞാൻ യുദ്ധം ചെയ്യുകയില്ല, ഇനി മന്യസേ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, തേ ഏഷ വ്യവസായ, നിന്റെ ഈ നിശ്ചയം മിഥ്യ, നടപ്പിൽ വരികയില്ല. രഥം തഥം, നിന്നെ പ്രകൃതി, നിന്റെ രാജസ പ്രകൃതി നിയോഷ്യതി, യുദ്ധത്തിനായി തന്നെ നിയോഗിക്കും. അഥവാ നീ പറയാണ്, ഇത്രയെല്ലാം ഭഗവാൻ പറഞ്ഞു, അർജുനൻ തളർന്നു കിടന്ന് അതിനെ ഉത്തേജിപ്പിച്ച് ഉണർത്തി കൊണ്ടുവന്നു, എന്നിട്ടെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാൻ പറയാണ്, ഇനി നീ തീരുമാനിക്കുകയാണ്, എന്നാലും ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ, നിന്റെ പ്രകൃതം എന്താണ്? നീ രാജാവാണ്, രാജസ പ്രകൃതിയാണ്. നിന്റെ രാജസ പ്രകൃതിയാണ്, നീ ക്ഷത്രിയനാണ്, നിനക്ക് രാജസ പ്രകൃതിയാണുള്ളത്. നിന്റെ പ്രകൃതി കൊണ്ട് നിനക്ക് യുദ്ധം ചെയ്തേ പറ്റൂ എന്നുള്ള അവസ്ഥ വരും. ഞാൻ കേമനാണെന്ന ഭാവത്തിൽ ഞാൻ യുദ്ധം ചെയ്യുക എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നിന്റെ ഈ നിശ്ചയം നടപ്പിൽ വരികയില്ല. നിന്റെ രാജസ പ്രകൃതി യുദ്ധത്തിനായിട്ട് നിയോഗിക്കുക തന്നെ ചെയ്യും. പ്രകൃതിസ്ഥാം നിയോഷ്യസി, നമ്മൾ ഓരോരുത്തരും ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മുടെ പ്രകൃതം, നമ്മുടെ ഗുണം കൊണ്ടാണ്. നമ്മൾ ഏത് ഗുണത്തിലാണ്, നമുക്ക് ഏത് ഗുണമാണ് മുൻതൂക്കമുള്ളത്, സത്വമോ രജസ്സോ തമസ്സോ, ഏത് ഗുണമാണ് നമുക്ക് മുൻതൂക്കമുള്ളത്, അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരായി പോകുന്നത്. മനസ്സിലായില്ലേ? ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞാലും പിന്നെ ചെയ്യുന്നത് എന്തുകൊണ്ടാ? പിന്നെ നമ്മൾ എത്രയോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഞാനതൊന്നും ചെയ്യാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് അതേ കാര്യം നമ്മൾ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാ? നമ്മുടെ പ്രകൃതം, നമ്മുടെ ഗുണം, അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അർജുന, നീ യുദ്ധം ചെയ്യില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, നിന്റെ ഗുണം നിന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കും എന്ന്. പ്രതിസ്ഥാം നിയോഷ്യസി
സ്വപ്രകൃതി നിർണയിക്കാൻ കഴിയാതെ ഞാൻ യുദ്ധം ചെയ്യുകയില്ലെന്ന് അഹംഭാവത്തോടെ തീരുമാനിച്ചാൽ അർജുനന് തൽക്കാലം യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞേക്കും. എന്നാൽ എവിടെ പോയാലും യുദ്ധവാസന അർജുനനെ പിന്തുടരും. അതിന്റെ ഫലമായി ചിലപ്പോൾ വേണ്ടാത്തിടത്ത് യുദ്ധം ചെയ്യേണ്ടി വരും. അതിനിടയാകാതെ ധർമ്മയുദ്ധത്തിന് ഇപ്പൊ അവസരം കിട്ടിയിരിക്കുകയാണ്. ഇത് ധർമ്മയുദ്ധമാണ് നീ ചെയ്യുന്നത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, കുരുക്ഷേത്രത്തിൽ ധർമ്മയുദ്ധത്തിനാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെയാണ് ഇപ്പൊ യുദ്ധം ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും ചെയ്താൽ അത് അകീർത്തി കൂടെ ഉണ്ടാവരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ കിട്ടിയ അവസരം ഈശ്വരാർച്ചനയായിട്ട് നിർവഹിക്കുകയാണെങ്കിൽ ലോകസംഗ്രഹം സാധിക്കാം. നിനക്ക് ലോകത്ത് കീർത്തി നേടാം, ലോകസംഗ്രഹം ഉണ്ടാകും. അതോടൊപ്പം വാസനാക്ഷയം ഉണ്ടാവും. കർമ്മം സ്വധർമ്മം പിന്നെ കർമ്മഫലേച്ഛയില്ലാതെ ചെയ്യുവാൻ, ധർമ്മത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് അവസരം കിട്ടിയിരിക്കുന്ന ഈ സമയത്ത് നീ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിനക്ക് മുക്തി ഉണ്ടാവും. ഈശ്വരബുദ്ധിയോടെ കർമ്മം ചെയ്താലേ വാസന ക്ഷയിപ്പിച്ച് പ്രകൃതിയെ ജയിക്കാൻ പറ്റൂ. അഹങ്കാരം കൊണ്ട് പ്രകൃതിയെ ജയിക്കാൻ പറ്റില്ല. പ്രകൃതി എന്ന് വെച്ചാൽ നമ്മുടെ ഗുണം. ഇപ്പൊ അർജുനന് രാജസ ഗുണമാണ് കൂടുതലുള്ളത്, ക്ഷത്രിയനാണല്ലോ. അതുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് ഈശ്വരബുദ്ധിയോടെ കർമ്മം ചെയ്താൽ ആ വാസന ക്ഷയിച്ച് സത്വത്തിലേക്ക് വരാൻ പറ്റും. അല്ലെങ്കിൽ പ്രകൃതിയെ ജയിക്കാൻ സാധിക്കില്ല. നിന്നെ യുദ്ധത്തിന് നിയോഗിക്കുന്ന പ്രകൃതി തന്നെ അത് ചെയ്യും എന്ന് പറഞ്ഞതിന്റെ ശാസ്ത്രരഹസ്യം അടുത്ത ഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. ഭഗവാൻ പറഞ്ഞില്ലേ, നിന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കും അർജുന, നിനക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. നിന്റെ പ്രകൃതം, നിന്റെ രാജസ പ്രകൃതി നിന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കും. എന്താണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത്? സമഭാവേന കൗന്ദേയ, അല്ല സ്വഭാവജനെ, സോറി കേട്ടോ, കാണാൻ ബുദ്ധിമുട്ട്. സ്വഭാവജേന കൗന്ദേയ നിബദ്ധസ്വേന കർമ്മണ കർത്തും നിശ്വസിയന്മോഹാത് കരിഷ്യസ്യാവശോഭിതത്. അല്ലയോ കുന്തിപുത്ര, സ്വഭാവജന സ്വപ്രകൃതം കാരണം കൊണ്ട് കർമ്മണ സ്വാഭാവികമായ കർമ്മം, ജനിച്ച് നമ്മുടെ പ്രകൃതം, നമ്മുടെ സഹജ സ്വഭാവത്തിനനുസരിച്ചിട്ട് സ്വാഭാവികമായ കർമ്മം നിബദ്ധ, അതിനാൽ ബദ്ധനായവനാണ് അർജുനൻ. അത് മനസ്സിലായില്ലേ? അതുകൊണ്ട് മോഹാത് സ്വസ്വഭാവം തിരിച്ചറിയാതെ യത് കർത്തൃം ന ഇച്ഛസി, എന്താണ് ചെയ്യാൻ വിസമ്മതിക്കുന്നത്, അവശനായി തീർന്നിട്ട് തത് കരിഷ്യസി, പിന്നീട് അത് ചെയ്യുവാൻ ബാധ്യസ്ഥനായി തീരും. അതായത് നിന്നെ നിർബന്ധിക്കും അത്. അതെയോ കുന്തിപുത്ര, സ്വപ്രകൃതിക്ക് അനുസരണമായ സ്വാഭാവിക കർമ്മത്താൽ ബദ്ധനായവൻ സ്വസ്വഭാവം തിരിച്ചറിയാതെ എന്താണോ ചെയ്യാൻ വിസമ്മതിക്കുന്നത്, അവശനായി തീർന്നിട്ട് പിന്നീട് അത് തന്നെ ചെയ്യേണ്ടി വരും. കരിഷ്യസ് അവശോഭിതത്. സ്വപ്രകൃതിക്ക് അനുസരണമായ കർമ്മം ഒരാൾക്ക് പൊടുന്നനെ ഉപേക്ഷിക്കുവാൻ കഴിയില്ല. താമസിയാതെ തന്നെ പ്രകൃതിക്ക് അടിമപ്പെട്ട അവശനായ അയാൾക്ക് ആ കർമ്മം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പ്രകൃതിക്ക് അനുസരണമായ കർമ്മം സ്വധർമ്മമാക്കി ഈശ്വരാർച്ചനയോടുകൂടി ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നല്ല മോക്ഷഗതി ഉണ്ടാവും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ വേറെ ഗതിയില്ല. അങ്ങനെ അനുഷ്ഠിച്ചാൽ കർമ്മവാസന കുറഞ്ഞ് പ്രകൃതി ഒഴിഞ്ഞു പോകും. അതോടെ സ്വസ്വരൂപമായ ആത്മാവ് തെളിയുകയും ചെയ്യും. ഈ ക്രമം അഹങ്കാരപൂർവ്വം ഒഴിവാക്കുന്നവർ സ്വഭാവകർമ്മം പിന്നീട് അവശരായിട്ട് ചെയ്യുവാൻ നിർബന്ധിതരായി തീരും. കർമ്മം ഈശ്വരാർച്ചനയെ അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞ് ഈശ്വരൻ സർവവ്യാപിയാണെന്നും പറഞ്ഞു. എന്നാൽ ഈശ്വരനെ എങ്ങും കാണാനില്ലല്ലോ. കാണാനില്ലാത്ത ഈശ്വരനെ കർമ്മം കൊണ്ട് എങ്ങനെയാണ് അർച്ചിക്കുക എന്ന ചോദ്യം. സർവത്ര ഈശ്വരനുണ്ട്, ഈശ്വരൻ എല്ലായിടത്തും നിലനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഈശ്വരനെ ഒരിടത്തും കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എന്റെ കർമ്മങ്ങൾ അർച്ചിക്കുക എന്ന് ചോദിക്കുകയാണ്. ഈശ്വര സർവഭൂതാന, വളരെ പ്രസിദ്ധമായ സ്തോത്രമാണിത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാം. ഈശ്വര സർവഭൂതാനാം, അല്ലയോ അർജുന, ഈ ഈശ്വരൻ ഉണ്ടല്ലോ, സർവഭൂതാനാം, പഞ്ചഭൂതങ്ങളാണ് പ്രപഞ്ച സൃഷ്ടി. നമ്മൾ ഉൾപ്പെടെ എല്ലാം പഞ്ചഭൂതമാണ്. എല്ലാ ഭൂതങ്ങളിലും, അതായത് ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും കണകണത്തിലും
പ്രപഞ്ച ഘടകങ്ങളിലെയും ഹൃദ്ദേശ, എല്ലാത്തിൻ്റെയും ഹൃദയത്തിൽ, മനുഷ്യർക്ക് മാത്രം, മൃഗങ്ങൾക്ക് മാത്രമല്ല ഹൃദയമുള്ളത്. ഹൃദയം എന്ന് വെച്ചാൽ എന്താ? അന്തർഭാഗം. അപ്പൊ പ്രകൃതിയിലെ, പ്രപഞ്ചത്തിലെ സർവത്തിന്റെയും അന്തരാത്മയായി, അന്തരംഗത്തിൽ വസിക്കുന്നത് സർവഭൂതാനി, എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും യന്ത്രാരൂഢാനി, യന്ത്രത്തിൽ ഘടിപ്പിച്ച പദാർത്ഥങ്ങൾ എന്ന പോലെ മായയ, സ്വശക്തി കൊണ്ട് ഭ്രാമയൻ, അതിന്റെ കർമ്മങ്ങളെ പ്രവർത്തിച്ച് തിഷ്ഠതി. ഭഗവാൻ എല്ലാത്തിൻ്റെയും അന്തർഗതം, ഭാഗത്തിരുന്നു കൊണ്ട് യന്ത്രങ്ങളെ എങ്ങനെയാണോ ചലിപ്പിക്കുന്നത്, പാവകളെ എങ്ങനെയാണോ ചലിപ്പിക്കുന്നത്, അതുപോലെ എല്ലാത്തിനെയും ചലിപ്പിക്കുന്നു. അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ഹൃദയത്തിലാണ്. അല്ലയോ അർജുന, ഈശ്വരൻ എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും ഹൃദയത്തിൽ, എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും ഘടിപ്പിച്ച പദാർത്ഥങ്ങളെ എന്ന പോലെ സ്വശക്തി കൊണ്ട് അതതിന്റെ കർമ്മങ്ങളിൽ പ്രവർത്തിച്ച്, ഓരോ കർമ്മങ്ങളും ഓരോരുത്തർ ചെയ്യുന്നത് ഈശ്വരേച്ഛ കൊണ്ട് മാത്രം. ഈശ്വരനാണ് അതിന്റെ എല്ലാം ചാലകശക്തി. ചാലകശക്തി ചലിപ്പിക്കുന്ന ശക്തി. ഈശ്വരനാണ് അതിനെയൊക്കെ ചലിപ്പിക്കുന്ന ശക്തി. ഈശ്വര ഹൃദ്ദേശേ തിഷ്ഠതി. ഈശ്വരനെ പുറമേ കാണാനില്ലെന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഈശ്വരന്റെ സ്ഥിതി വ്യക്തമായി മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. ഈശ്വരൻ എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ഒരുവൻ ആദ്യമായി ഈശ്വരനെ അന്വേഷിക്കേണ്ടതും അവനവന്റെ ഹൃദയത്തിൽ തന്നെയാണ്. പ്രപഞ്ച ഘടകങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ ഈശ്വരൻ ഉള്ളതിന് തെളിവ് എന്താണ്? പ്രപഞ്ച ഘടകങ്ങളെല്ലാം അതാതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ തെളിവ്. നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഇല്ലെങ്കിൽ, ആ ചൈതന്യമില്ലെങ്കിൽ നമ്മുടെ ദേഹം ചലിക്കുമോ? നമ്മുടെ ദേഹം ചലിക്കില്ല. അതുപോലെയാണ് സർവ്വ പ്രപഞ്ച വസ്തുക്കളും. പ്രപഞ്ചത്തിലെ സർവ്വതും ചലിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ അതിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിനുള്ളിൽ ഈശ്വരൻ ഉണ്ടെന്നാണ്. ഈശ്വര ചൈതന്യമില്ലാതെ ഒരു പുല്ല് പോലും ചലിക്കില്ല, ഒരു കാറ്റ് പോലും അടിക്കില്ല. പ്രപഞ്ച ഘടകങ്ങളെല്ലാം അതാതിന്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ തെളിവ്. ഒരു യന്ത്രത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നവ എന്ന പോലെ അവയെല്ലാം അതത് കർമ്മങ്ങൾ ചെയ്യുന്നു. ഓരോ പ്രപഞ്ച ഘടകത്തെയും അതതിന്റെ ശക്തിയല്ലേ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ പ്രവർത്തിക്കാൻ ശക്തി വേണമെന്ന് വരുന്നില്ല. ഈ ശക്തിയുടെ ഉറവിടമായ ശുദ്ധബോധം തന്നെയാണ് ഈശ്വരൻ. എല്ലാത്തിനും, ഏത് കാര്യം, ഇപ്പൊ നമ്മുടെ ഫ്രിഡ്ജോ നമ്മുടെ മിക്സിയോ ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ശക്തി വേണം? വിദ്യുശക്തി വേണം, അല്ലെ? വിദ്യുശക്തി ഇല്ലെങ്കിൽ അതൊന്നും വർക്ക് ചെയ്യില്ല. അതുപോലെയാണ് വിദ്യുശക്തി പോലെയാണ് ഈശ്വരൻ. കാണാനില്ല, പക്ഷെ അവിടെ ഉണ്ട്. അതില്ലെങ്കിൽ ഒന്നും വർക്ക് ചെയ്യില്ല. അത്രയും മനസ്സിലാക്കാനുള്ളൂ. യന്ത്രങ്ങൾ എങ്ങനെയാണോ, വിദ്യുശക്തി എങ്ങനെയാണോ യന്ത്രങ്ങളെ ചലിപ്പിക്കുന്നത്, പക്ഷെ കാണാനില്ലാത്തത്, അതുപോലെയാണ് പ്രപഞ്ച ഘടകങ്ങളെ എല്ലാം ഭഗവാൻ ചലിപ്പിക്കുന്നത്. അതിലെ ഭഗവാൻ ഉണ്ടെന്ന് നമുക്ക്, വിദ്യുശക്തി ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? പ്രവർത്തിക്കുന്നത് കൊണ്ട്, അല്ലേ? നമ്മുടെ ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വിദ്യുത് ശക്തി ഉണ്ടെന്ന് അർത്ഥം, ഇല്ലേ? ഇല്ലെങ്കിൽ ഇല്ല. അതുപോലെയാണ് ഭഗവാൻ എല്ലാത്തിലും അദൃശ്യനായി നിന്നുകൊണ്ട് എല്ലാത്തിനെയും ചലിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരേ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ പ്രവർത്തിപ്പിക്കുവാൻ ശക്തി വേണമെന്ന് വരുന്നു. ഈ ശക്തിയുടെ ഉറവിടമായ ശുദ്ധബോധമാണ് ഈശ്വരൻ. ഉള്ളിലുള്ള ബോധസ്വരൂപനായ ഈശ്വരനിൽ നിന്നും ശക്തിയിൽ നിന്നും ശരീരങ്ങളും അവയുടെ കർമ്മങ്ങളും. ഇതാണ് ക്രമം. ഈശ്വരനില്ലെങ്കിൽ ശക്തിയില്ല, ശക്തിയില്ലെങ്കിൽ ശരീരങ്ങളില്ല, ശരീരങ്ങളില്ലെങ്കിൽ കർമ്മങ്ങളില്ല. അതുകൊണ്ട് ഈശ്വരൻ എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. വസ്തുതൃതി ഇതായതുകൊണ്ട് തന്റെയും മറ്റെല്ലാറ്റിന്റെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരനെ ശരണം പ്രാപിക്കുകയാണ് ജീവിതത്തെ ധന്യമാക്കുവാനുള്ള വഴി. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ ഉള്ളിലും ബാക്കി പ്രപഞ്ചത്തിന്റെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ ശരണം പ്രാപിക്കുക എന്നത് മാത്രമാണ് ജീവിതത്തെ നമുക്ക് ധന്യമാക്കാനുള്ള ഏക വഴി. അതിനാൽ അർജുനൻ തയ്യാറാകണം എന്ന് ഭഗവാൻ ആവശ്യപ്പെടുകയാണ്. അർജുനനോട് പറയാണ്, അർജുന, സർവത്ര നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ ശരണം പ്രാപിക്കൂ. നിന്റെ ഹൃദയത്തിലും ബാക്കി എല്ലാ ഹൃദയങ്ങളിലും, അതിനല്ല എല്ലാത്തിന്റെ അന്തർഭാഗത്ത് ചെയ്യുന്ന ഈശ്വരനെ ശരണം പ്രാപിക്കൂ. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത, തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. അല്ലയോ ഭാരതവംശജനായ അല്ലയോ അർജുന, തം ഏവ, എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും ഉള്ളിൽ ചെയ്യുന്ന തം എന്ന് വെച്ചാൽ ഭഗവാനെ പറ്റി പറയണം. തം, അദ്ദേഹം, ഈശ്വരൻ.
ഏവ എല്ലാത്തിന്റെയും ഉള്ളിൽ ചെയ്യുന്ന ഈശ്വരനെ സർവഭാവേന ഇക്കാണുന്നതൊക്കെ ആ ഈശ്വരന്റെ തന്നെ ഭാവങ്ങളാണ് എന്ന് ഭാവന ചെയ്തുകൊണ്ട് ശരണം ഗച്ഛ, ശരണം പ്രാപിക്കുക. തത്പ്രസാദ തുടർന്ന് ഈശ്വരന്റെ ഉള്ളിൽ പ്രസന്നനാകുന്നതോടെ പരാശക്തി ഒരിക്കലും വിട്ടുപോകാത്തതായ ശാന്തിയും ശാശ്വതമായ സ്ഥാനം, ഒരു ഒഴിവുമില്ലാത്ത, ഒരിക്കലും ഇല്ലാതെ ആവാത്ത ശാശ്വതമായ സ്ഥലവും നിനക്ക് പ്രാപിക്കാനിടയാകും. അപ്പോ ഭാരതവംശനായ അല്ലയോ അർജുന, എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ഈശ്വരനെ തന്നെ ഇക്കാണുന്നതിനൊക്കെ ആ ഈശ്വരന്റെ തന്നെ ഭാവങ്ങളാണെന്ന് ഭാവന ചെയ്തുകൊണ്ട് നീ ശരണം പ്രാപിക്കൂ, നീ അഭയം പ്രാപിക്കൂ. അങ്ങനെ ചെയ്താൽ തുടർന്ന് ആ ഈശ്വരൻ ഉള്ളിൽ പ്രസന്നനാകുന്നതോടെ, അതായത് അർജുനന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ അവിടെ ഇരുന്ന് പ്രസന്നനാകും ശരണം പ്രാപിക്കുമ്പോ. പ്രസന്നനാകുമ്പോ എന്ത് പറ്റും? ഒരിക്കലും വിട്ടുപോകാത്ത ശാന്തി. എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ സംഭവിച്ചാലും അർജുനന്റെ ശാന്തിക്ക് ഒരു കോട്ടവും തട്ടില്ല. അതുപോലെ തന്നെ ഒരു ഒഴിവുമില്ല, ഒരിക്കലും ഒരു വ്യയം, ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാവാത്തതായിട്ടുള്ള ഒരു ഒരു നില നീ പ്രാപിക്കാനിടയാകും. ശരണം ഗച്ഛ സർവഭാവേന. എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ഈശ്വരനുണ്ടെങ്കിൽ ആ ഈശ്വരനെ അഭയം പ്രാപിക്കാതെ ജീവിതം എങ്ങനെ ധന്യമാകും? എങ്ങനെയാണ് അഭയം പ്രാപിക്കേണ്ടത്? സർവഭാവേന, എല്ലാം ഈ കാണുന്നത് സർവവും ഭഗവാനാണ് എന്നുള്ള ഭാവത്തിൽ. നമ്മുടെ സങ്കല്പമാണല്ലോ, മനസ്സാണല്ലോ. മനേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷവും. മനസ്സുകൊണ്ടാണ് ബന്ധനവും മോക്ഷവും സുഖവും ദുഃഖവും എല്ലാം ഉണ്ടാകുന്നത്. മനസ്സിന്റെ ഭാവത്തിനനുസരിച്ച് നമ്മളുടെ എല്ലാ ഭാവങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. ദുഃഖം, സുഖം, ശത്രുത, മിത്രത എല്ലാം ഉണ്ടാകുന്നത് മനസ്സുകൊണ്ടാണ്. മനസ്സിന്റെ ഭാവം സങ്കല്പം ശരിയായ എല്ലാം ശരിയാവും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, മനസ്സിൽ ഭഗവാനെ സങ്കല്പിക്കൂ, എല്ലായിടത്തിലും നിറഞ്ഞു ഭഗവാന്റെ വിവിധ ഭാവങ്ങളെ സങ്കല്പിക്കൂ. അങ്ങനെ സങ്കല്പിച്ച് ശരണം പ്രാപിക്കൂ. അങ്ങനെ ശരണം പ്രാപിക്കുമ്പോൾ ഈ ഭാവാദ്വൈത പരിശീലനമാണത്. അതായത് അദ്വൈതം, ഭാവത്തിൽ അദ്വൈതം, എല്ലാം ഭഗവാനാണ്. ഒരുപാട് ഭാവങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ, അല്ലേ? ഒരുപാട് വസ്തുക്കളുണ്ട്. പ്രപഞ്ചം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര ബൃഹത്തായ ഒരു വസ്തുവാണ് പ്രപഞ്ചം. അത് സർവ്വതും ഭഗവാനാണെന്ന് ഭാവന ചെയ്യുന്നതിന് എന്ത് പറയും? ഭാവാദ്വൈതം എന്ന് പറയും. ഭാവാദ്വൈതം. ഭഗവാനെ തന്നെ അദ്വൈതം, അത് വെച്ചാൽ ദ്വൈതമില്ലാത്ത, രണ്ടല്ലാത്ത അവസ്ഥ. പ്രപഞ്ചം ഭഗവാൻ തന്നെ, ഭഗവാൻ പ്രപഞ്ചം തന്നെ, അതാണ് ഭാവാദ്വൈതം. അങ്ങനെ പരിശീലനം ചെയ്താൽ ഈ പരിശീലനം അവന്റെ ഉള്ളിൽ തന്നെ ഈശ്വരനെ വ്യക്തമായി കാണുവാൻ നമ്മളെ സഹായിക്കും. ചിത്തപ്രസാദ രൂപത്തിൽ ഈശ്വരപ്രസാദം അനുഭവിക്കാൻ തുടങ്ങും. അങ്ങനെ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് തീർച്ചയാവുമ്പം നമുക്കറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ മനഃപ്രസാദം ഉണ്ടാവും, ചിത്തപ്രസാദം ഉണ്ടാവും. ആ ചിത്രപ്രസാദം നമ്മൾ അനുഭവിച്ചു തുടങ്ങുമ്പം ശാശ്വതമായ ശാന്തിയും ഒരിക്കലും ഒഴിവില്ലാത്തതായ ആത്മനിലയും നമുക്ക് കൈവരും. സത്യമായ വസ്തുസ്ഥിതിയും അതിനെ കണ്ടെത്തുവാനുള്ള മാർഗവും ഇങ്ങനെ പല വീക്ഷണഗതിയിൽ കൂടെ വിസ്തരിച്ച് പ്രതിപാദിച്ച ശേഷം ഭഗവാൻ തന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ, വളരെ ശ്രേഷ്ഠമായ ഒരു പാഠമാണിത്. ഭഗവാൻ എത്ര നേരം കൊണ്ട്, എത്ര കവിത, എത്രയാണ് ഭഗവാൻ പാടിത്തീർത്തത്, അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞത്, എന്തെല്ലാം കാഴ്ചകളാണ് ഭഗവാൻ കാണിച്ചു കൊടുത്തത്. അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഭഗവാൻ പറയുകയാണ്, ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാദ്ഗുഹ്യതമം മയാ വിമൃശൈതശേഷേണ യഥേച്ഛസി യഥാ കുരു. ഇതിതേ ജ്ഞാനമാഖ്യാതാം, ഞാൻ മയം എന്നാൽ. സായിറാം.
എന്താ മത്സരം കിട്ടുന്നില്ലല്ലോ. മത്സരിച്ച് പോയോ? ലെഫ്റ്റ് ആയി തോന്നുന്നല്ലോ. ഇപ്പൊ വരും ബേബി ഇപ്പൊ വരും. എന്നെ വിളിച്ചിരുന്നു, തന്നെത്താനെ കട്ടായി പോയതാണെന്ന് പറഞ്ഞു. സായിരാം സായിരാം സൈറാം. ഇടയ്ക്ക് കുറച്ചിവിടെ കട്ടായി പോയി. ഇപ്പൊ പറയാം. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതമം മയാ വിമുക്തൈഷാസു ശേഷേണ യത്തസ്സതി യഥാ ഗുരു. എന്നാൽ ഞാൻ പറയപ്പെട്ട നിനക്ക് ഇപ്രകാരം ഗുഹ്യാൽ ഗുഹ്യതമം, ഒരുപാട് രഹസ്യങ്ങളിൽ രഹസ്യമായ, രഹസ്യത്തിന് രഹസ്യമായ കാര്യമാണ് നിനക്ക് ഞാൻ പറഞ്ഞു തന്നത്. ഇതിൽ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. ജ്ഞാനം വസ്തുബോധവും അത് കണ്ടെത്തേണ്ട ഉപായവും ആഖ്യാതം ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ജ്ഞാനം എന്താണെന്ന് പറഞ്ഞു തന്നു, അതെങ്ങനെ കണ്ടെത്തണമെന്ന് ഞാൻ നിനക്ക് നല്ല വിസ്തരിച്ച് പറഞ്ഞു തന്നു. ഞാൻ ഈ പറഞ്ഞതെല്ലാം അശേഷേണ പൂർണ്ണമായി വിചാരം ചെയ്യുക. എന്നിട്ട് നിനക്കിഷ്ടമുള്ളത് എങ്ങനെയാണ് നീ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് ചെയ്തുകൊള്ളൂ. ഇവിടെയാണ് ഭഗവാന്റെ ആ മഹത്വം നമുക്ക് മനസ്സിലാവണം. എത്ര നേരമായിട്ട് ഉപദേശങ്ങളൊക്കെ ചെയ്തിട്ട് അർജുന, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, എല്ലാം വിസ്തരിച്ച് തന്നെ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. നീ നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാനുള്ള സ്വേച്ഛ, നിന്റെ സ്വേച്ഛ ഉപയോഗിച്ച് നീ എന്താണ് നല്ലതെന്ന് നിനക്ക് തോന്നുന്നത് അത് ചെയ്തുകൊള്ളൂ എന്നുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് ഭഗവാൻ അനുവദിച്ചു കൊടുക്കുകയാണ്. എന്നാൽ എന്നെ കൊണ്ട് നിനക്ക് രഹസ്യമായ ഇതിൽ കൂടുതലൊന്നും പറയാനില്ലാത്ത വസ്തുബോധവും അത് കണ്ടെത്താനുള്ള ഉപായം നിനക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നു. അത് കണ്ട് ഞാൻ ഈ പറഞ്ഞതെല്ലാം പൂർണ്ണമായി നീ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി മനനം ചെയ്തു നോക്കൂ, വിചാരം ചെയ്തു നോക്കൂ. പിന്നെ എന്താണ് നിനക്ക് നല്ലതെന്ന് തോന്നുന്നത് അത് നിന്റെ എന്ത് ചെയ്യും എന്ന് ഭഗവാൻ നല്ലപോലെ അറിയാം. ഭഗവാന് അതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. അർജുനന്റെ പ്രകൃതം അറിയാം. അപ്പോൾ എങ്ങനെ ചിന്തിക്കാനും പ്രകൃതിക്ക് അനുസരണമായ കർമ്മത്തെ സ്വധർമ്മമാക്കി ഈശ്വരാരാധനയായി അനുഷ്ഠിക്കുന്നതോ അതോ അധർമ്മ മാർഗത്തിൽ അഹങ്കാരപൂർവ്വം മുന്നേറണമോ എന്ന് തീരുമാനിക്കാനുള്ള
സ്വാതന്ത്ര്യം അർജുനന് നൽകുകയാണ്. പക്ഷെ ഭഗവാന് നന്നായിട്ട് അറിയാം അർജുനൻ എന്ത് ചെയ്യുന്നു. കാരണം അർജുനന്റെ സ്വഭാവത്തിനെ പറ്റി ഭഗവാന് നല്ല ഉറപ്പുണ്ട്. മനസ്സിലായില്ലേ? അധർമ്മ മാർഗത്തിൽ ഒരിക്കലും അർജുനൻ ചലിക്കില്ല. പക്ഷെ ഭഗവാന്റെ ആ മാന്യത, ഭഗവാന്റെ ശ്രേഷ്ഠതയാണ് ഇവിടെ വെളിപ്പെടുന്നത്. തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ശിഷ്യന് നൽകുന്നു. മനസ്സിലായില്ലേ? കർമാനുഷ്ഠാനത്തിലെ ഈ സംശയം നിവാരണം ചെയ്യുന്നത് വരെ ഞാൻ ഉപദേശിച്ചത് ജ്ഞാനമാണെന്ന് ഭഗവാൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വസ്തു ജ്ഞാനമായതുകൊണ്ട് എല്ലാ വേദാന്ത ഗ്രന്ഥങ്ങളും ജ്ഞാനാസ്ത്ര ശാസ്ത്രമാണ്. കർമ്മവും യോഗവും ഭക്തിയും എല്ലാം ഉപായങ്ങൾ മാത്രം. വേദാന്തം അന്ധമായി ആരെയും ഒന്നും വിശ്വസിപ്പിക്കാൻ കൊതിക്കുന്നില്ല. അതുപോലെ ദലാൽ ആരെയും ഒന്നിനും പ്രവർത്തിപ്പിക്കാനും അത് കൊതിക്കുന്നില്ല. അത്തരം കൊതി കൊണ്ട് പ്രയോജനമില്ലെന്ന് വേദാന്തിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞതൊക്കെ പൂർണ്ണമായി വിചാരം ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുവാൻ ഭഗവാൻ അർജുനനെ അനുവദിക്കുന്നത്. വേദാന്ത സത്യം വിചാരം ചെയ്തുറപ്പിക്കുക, എന്നിട്ട് അതിന്റെ വെളിച്ചത്തിൽ ജീവിത കർമ്മ ഫലനങ്ങൾക്ക് രൂപം നൽകുക. ഇതാണ് ഗീതാ സന്ദേശം. ഗീതയുടെ സന്ദേശമാണ് ഇവിടെ നമുക്ക് ഭഗവാൻ പറയുന്നത്. എന്താണ് പറയുന്നത്? ഭഗവാൻ പറയുന്നത് എന്താണ്? വേദാന്തം. വേദാന്തിയാണ് ഭഗവാൻ. ഏറ്റവും വലിയ വേദാന്തിയാണ് ഭഗവാൻ. അതുകൊണ്ട് എല്ലാം പൂർണ്ണമായിട്ട്, ജ്ഞാനമാർഗങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് ജ്ഞാനം എന്താണ് കരണീയം എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, നീ തന്നെ ആ വേദാന്ത സത്യങ്ങളെ ചിന്തനം ചെയ്യണം. നീ തന്നെ സ്വയം അതിനെപ്പറ്റി വിചാരം ചെയ്യണം. വിചാരം ചെയ്തിട്ട് അതിന്റെ വെളിച്ചത്തിൽ ജീവിതന്റെ കർമ്മങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് തീരുമാനിക്കണം. ഇതാണ് ഗീതാ സന്ദേശം. എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം ഭഗവാൻ ചോയ്സ് നൽകുകയാണ്. ഏതാണ് നല്ലതെന്ന് തീരുമാനിച്ചോളൂ. വളരെയധികം പറഞ്ഞത് കൊണ്ട് അർജുനന്റെ ഉള്ളിൽ വല്ല ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ഈ പറഞ്ഞതിന്റെ സാരം ചുരുക്കി പറയാമെന്ന് ഭഗവാൻ ഇനി പ്രസ്താവിക്കുന്നു. അതായത് ഭഗവാൻ ഒരുപാട് നേരമായിട്ട് പറയുകയാണ് അർജുനന്റെ ഒരു അവസ്ഥ. അതുകൊണ്ട് ഭഗവാൻ വിചാരിക്കണം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നേരമായിട്ട് പറഞ്ഞു, അതിനെ അർജുനന് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, സംക്ഷിപ്തമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം എന്ന് ഭഗവാൻ വിചാരിക്കുകയാണ്. സർവഗുഹ്യതമം ഭൂയാസ്മി മേ പരം വചാ ഇഷ്ടോസ്മി മേ ദൃഢമിതി തതോ വക്ഷ്യാമി മേ ഹിതം. സർവഗുഹ്യതമം, രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യമായ, പരമം വച, അങ്ങേ അറ്റത്തെ ഉപദേശം നീ എന്നിൽ നിന്നും ശ്രവിച്ചു കഴിഞ്ഞു. ദൃഢം, നിശ്ചയമായും മേ ഇഷ്ട അസി, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഇനി എന്ന് കരുതി, അതുകൊണ്ട് തേഹിതം, നിനക്ക് നല്ലത്, വക്ഷ്യാമി, ഞാൻ പറയുന്നു. നീ എനിക്ക് ഏറ്റവും, ഭഗവാൻ പറയണ, ഭഗവാൻ അർജുനനോടുള്ള സ്നേഹമാണ് ഇവിടെ വ്യക്തമാകുന്നത്. എന്താണ് ഭഗവാൻ പറയുന്നത്? രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യം, ഇത് ആർക്കും പറഞ്ഞു കൊടുക്കുന്നതൊന്നുമല്ല അത്ര എളുപ്പം. ഇത്രയും നേരം മെനക്കെട്ട് ആരെങ്കിലും പറഞ്ഞു തരുമോ? അപ്പോ ഇത്രയും നേരം ഇത്രയും കാര്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തത് രഹസ്യങ്ങളെ വെച്ച് രഹസ്യമായ കാര്യമാണ്. അത് അങ്ങേയറ്റത്തെ ഉപദേശമാണ് നിനക്ക് തന്നത്. അതൊന്നും കൂടെ നിനക്ക് ഞാൻ പറഞ്ഞു തരാം, ചുരുക്കി പറഞ്ഞു തരാം. നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് കരുതി, അതുകൊണ്ട് നിനക്ക് നല്ലത് ഞാൻ പറയുന്നു. നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്, ഏറ്റവും ഇഷ്ടമുള്ളവനാണ്. അതുകൊണ്ട് നിനക്ക് നല്ലത് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞതിനെയൊക്കെ ഒന്ന് സംക്ഷേപിച്ച് കുറച്ച് പറഞ്ഞു തരാം. അതായത് നമ്മളൊരു പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞ് പോയിന്റ്സ് എഴുതൂലേ, അതുപോലെ ഭഗവാൻ വിസ്തരിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി പോയിന്റ്സ് പറഞ്ഞു കൊടുക്കാം എന്ന് പറയുകയാണ്. ശിനുമേ പരം വച, ആ പരമമായ വചസ്, എന്റെ വചസ് നീ എന്നിൽ നിന്ന് കേട്ടോളൂ. എന്നിൽ നിന്നും അങ്ങേ അറ്റത്തെ ഉപദേശം കേട്ടോളൂ. ഈ ഉപദേശം ആദ്യമായിട്ടാണോ പറയുന്നത്? അല്ല, ഭഗവാൻ ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്. മന്മന ഭവ മദ്ഭക്ത മദ്യാജീമാം നമസ്കുരു എന്നൊരു ഭഗവാൻ പറഞ്ഞു ഇല്ലേ? അതിലെന്താണ് ഭഗവാൻ പറഞ്ഞത്? എന്നെ തന്നെ കണ്ടുകൊണ്ട്, എല്ലാത്തിലും എന്നെ തന്നെ ഭാവിച്ചുകൊണ്ട്, മനസ്സ് മുഴുവൻ എന്നിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നതാണ് ഭഗവാൻ പറഞ്ഞത് അല്ലേ? അതുകൊണ്ട് നീ ഒന്നും കൂടെ കേട്ടോളൂ.
മുമ്പ് പറഞ്ഞത് തന്നെ അങ്ങേയറ്റത്തെ ഉപദേശമാണെന്ന് ഓർമ്മിക്കുമെങ്കിലും ഈ ഉപസംഹാര വേളയിൽ അതൊന്നുകൂടി ആവർത്തിച്ച് കേട്ടോളൂ എന്ന് താല്പര്യം. ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് മാത്രം നൽകാനുള്ള ഉപദേശമാണിത്. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് മാത്രമല്ല ഇതിന് മെനക്കെട്ട് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുള്ളൂ. അപ്പൊ ഭഗവാൻ അതുകൊണ്ട് പറയാണ്, ഞാൻ ഉപസംഹരിക്കുന്നതിന് മുമ്പ് നിനക്ക് അതെല്ലാം ചെറുതായിട്ട് പറഞ്ഞു തരാം. ആ അങ്ങേയറ്റത്തെ ഉപദേശം എന്താണ്, അതാണ് ഭഗവാൻ ഇനി വെളിപ്പെടുത്താൻ പോകുന്നത്. രഹസ്യവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായതുകൊണ്ടും നിന്നോട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ആ ഉപദേശം എന്താണ് എന്ന് പറയാണ്. ഭഗവാൻ പറയാണ്, മന്മനാ ഭവ മദ്ഭക്ത മദ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം ദേ പ്രതിജ്ഞാനേ പ്രിയോസിനേ. മന്മനാ ഭവ മദ്ഭക്ത മദ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം ദേ പ്രതിജാനേ പ്രിയോസിനേ. മന്മനാ ഭവ, മനസ്സിൽ എന്നെ ഉറപ്പിക്കൂ. മദ്ഭക്ത, എന്റെ ഭക്തനായി തീരുക. മദ്യാജി, എല്ലാം കർമ്മങ്ങൾ കൊണ്ടും എന്നെ യജിക്കുന്നവനായിട്ട്, എന്നെ അതായത് എല്ലാ കർമ്മങ്ങളും എന്റെ ആരാധന പോലെ ചെയ്യുക. മാം നമസ്കുരു, എവിടെയും എന്നെ നമസ്കരിക്കുക. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് എവിടെ എന്ത് കണ്ടാലും അതിനെ നമസ്കരിക്കുക. അതായത് എന്താണ്, എല്ലാത്തിനോടും നമുക്ക് ആദരവുണ്ടാണ്. സൃഷ്ടിയിലെ സർവ വസ്തുക്കളോടും എല്ലാത്തിനോടും നമുക്ക് ആദരവുണ്ട്. ഒരു പാറ്റയെ നമ്മൾ കൊല്ലുന്നു, അല്ലെങ്കിൽ എലിയെ നമ്മൾ കൊല്ലുന്നു, ആ കൊല്ലലിൽ നമുക്കൊരു കരുണ ഉണ്ടാവണം. ആ കൊല്ലലിൽ നമ്മൾ വിചാരിക്കണം, ഭഗവാനെ എനിക്കിത് ചെയ്തല്ലേ പറ്റുള്ളൂ. ആ ഒരു മനഃഭാവത്തോടു കൂടി വേണം നമ്മളൊരു പാറ്റയാണെങ്കിലും എലിയാണെങ്കിലും കൊല്ലാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലും ഭഗവാന്റെ ആണത്, ഭഗവാൻ തന്നെയാണ് അതിലുള്ളത്. പക്ഷെ നമുക്ക് നിവർത്തിയില്ല, പെസ്റ്റാണ്, കൊന്നേ പറ്റൂ. അപ്പൊ നമ്മൾ നമ്മുടെ ആ ഒരു അവസ്ഥ ഭഗവാനോട് പറഞ്ഞ് മാപ്പപേക്ഷിച്ചുകൊണ്ട് പാറ്റയെ കൊല്ലുക, അത്ര തന്നെ. അതാണ് ഭഗവാൻ പറഞ്ഞത്, നാം നമസ്കുരു, എല്ലാത്തിലും എന്നെ കണ്ടുകൊണ്ട് നമസ്കരിക്കുക. എവിടെയും എന്നെ നമസ്കരിക്കുക. മാം ഏവ, പരമാത്മാവായ എന്നെ തന്നെ ഏഷ്യസി, നീ പ്രാപിക്കും. സത്യം, ഇത് സത്യം. തേ പ്രതിജാനെ, ഞാൻ നിന്നോട് ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു. മേ പ്രിയ അസി, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഭഗവാൻ ഒരു പ്രതിജ്ഞ അർജുനനോട് പറയാണ്, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അർജുന, നിന്നോട് പ്രതിജ്ഞ ചെയ്യുകയാണ്. എന്ത്? നീ എന്നെ തന്നെ പ്രാപിക്കും, നിനക്ക് മോക്ഷം കിട്ടും, നീ ഈശ്വരപ്രാപ്തി നേടും എന്ന് ഭഗവാൻ പറയാണ്. മന്മനാഭവ മദ്ഭക്ത മദ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം ദേ പ്രതിജാനേ പ്രിയോസിനേ. മനസ്സിൽ എന്നെ ഉറപ്പിക്കൂ, എന്റെ ഭക്തനായി ഭവിക്കൂ. എല്ലാ കർമ്മങ്ങൾ കൊണ്ടും എന്നെ യജിക്കുക വെച്ചാൽ പൂജിക്കുക, എന്നെ പൂജിക്കുന്നവനായി ഭവിക്കൂ. എവിടെയും എന്നെ നമസ്കരിക്കൂ. പരമാത്മാവായ എന്നെ തന്നെ നീ പ്രാപിക്കും. ഇത് സത്യം ചെയ്യാണ് ഭഗവാൻ. ഞാൻ നിന്നോട് ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. സത്യം ദേ പ്രതിജാനേ. ശ്ലോക താല്പര്യം എന്തായാലും ഭഗവാന്റെ ഭക്തവാത്സല്യം എത്ര വലുതാണെന്ന് തെളിയിക്കുകയാണ് ഇവിടെ. തന്റെ ഭക്തനെ എങ്ങനെയെങ്കിലും ഉണർത്തി തന്നോട് അടുപ്പിക്കാൻ മുമ്പിൽ സത്യം ചെയ്യുവാൻ വരെ ഭഗവാൻ തയ്യാറാകുന്നത്. അനുഭവം കൊണ്ട് മാത്രം പൂർണ്ണ ബോധ്യം വരാവുന്ന സത്യസ്ഥിതിയുടെ കാര്യത്തിൽ അനുഭവിച്ച ഗുരുവിന്റെ ദൃഢമായ വാക്ക് അത്യന്തം ശിഷ്യന് ഉപകരിക്കുക തന്നെ ചെയ്യും. നമ്മളെല്ലാം അനുഭവം കൊണ്ട് പഠിക്കൂ എന്ന് പറഞ്ഞാൽ പറ്റില്ല. അനുഭവിച്ചറിഞ്ഞ ഗുരുവിന്റെ വാക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് അതേ അനുഭവം ഉണ്ടാവും. അതായത് അനുഭവജ്ഞനായ ഒരു ഗുരു തരുന്ന ഉപദേശം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ അനുഭവിച്ചതിന് സമം തന്നെ ആയിത്തീരും. അതാണ് അതിന്റെ അർത്ഥം. അത് ചെയ്യും. ഇനിയും കരുണാനിധിയായ ഭഗവാൻ മേലിൽ വിരിച്ച അങ്ങേ അറ്റത്തെ ഉപദേശത്തിന്റെ പരമസാരം ഒന്നും കൂടി സംഗ്രഹിച്ച് അർജുനനെ കേൾപ്പിക്കുകയാണ് ഈ പദ്യത്തിൽ. അടുത്ത കർമ്മത്തിൽ അതുപോലെ അടുത്ത ഇതിൽ പറയുകയാണ് ഭഗവാൻ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഇത് രണ്ടും വളരെ ശ്രേഷ്ഠമായ രണ്ട് ശ്ലോകങ്ങളാണ്. സർവധർമാൻ, എല്ലാ ധർമ്മങ്ങളും
ഉപേക്ഷിക്കുക. എന്നുവെച്ചാൽ പാടെ ഉപേക്ഷിച്ച് ഏകതാം രണ്ടില്ലാത്ത ബ്രഹ്മരൂപിയായ എന്നെ അഹന്ത്വാ സർവപാപേഭ്യോ മാം ഏകം ശരണം വ്രജ, എന്നെ മാത്രം ശരണം പ്രാപിക്കുക. അർജുന, എന്നെ മാത്രം നീ ശരണം പ്രാപിക്കുക. അഹം, ഞാൻ, സർവപാപേഭ്യോ എല്ലാ ബന്ധങ്ങളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും നിന്നെ മോക്ഷയിഷ്യാമി, നിന്നെ തീർച്ചയായിട്ടും മോചിപ്പിക്കാം. മാം ശുച, നീ ദുഃഖിക്കാതിരിക്കൂ. അർജുനനോട് ഭഗവാൻ എത്ര വലിയൊരു പ്രതിജ്ഞയാണ് ചെയ്യുന്നത്. സർവധർമ്മങ്ങളും, നീ ചെയ്യുന്ന സർവകർമ്മങ്ങളും എനിക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നെ മനസ്സിലുറപ്പിച്ചുകൊണ്ട് നീ ചെയ്തോളൂ. നിന്റെ സർവ പാപങ്ങളും നിന്റെ സർവകർമ്മങ്ങളും ഞാൻ ശരിയാക്കി തരാം അർജുന എന്ന് പറയാണ്. മോക്ഷയിഷ്യാമി മാ ശുച, അല്ലെ നിനക്ക് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നിന്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, എല്ലാ ബന്ധങ്ങളിൽ നിന്നും, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നിന്നെ ഞാൻ വിമോചിതനാക്കും, നിന്നെ ഞാൻ മോചിപ്പിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മോക്ഷയിഷ്യാമി മാ ശുച, ഞാൻ നിന്നെ മോചിപ്പിക്കാം, ദുഃഖിക്കാതിരിക്കൂ. ദുഃഖത്തിന് നിന്നുള്ള മോചനമാണ് ലക്ഷ്യം, അതാണ് മോക്ഷം. ഈ ദുഃഖ നിവൃത്തി ഉപദേശിക്കുന്ന ശാസ്ത്രമാണ് ഗീത. 2-ാം അധ്യായം 11-ാം ശ്ലോകത്തിൽ ഉപക്രമമായി ശോകനിവൃത്തിയെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് ഭഗവാൻ ഗീതാശാസ്ത്രം ആരംഭിച്ചത് 18 അധ്യായത്തിലെ 66-ാം ശ്ലോകത്തിൽ അത് ഉപസംഹരിക്കുകയും ചെയ്തു. ഇവിടെ 66-ാമത്തെ ശ്ലോകമാണ് സർവധർമാൻ പരിത്യജ്യ. എന്താണ് ശോകനിവർത്തിക്കുള്ള ഉപായം? സർവധർമാൻ പരിത്യാഗപൂർവം അദ്വൈബ്രഹ്മത്തെ ശരണം പ്രാപിക്കുകയാണ് ഉപായം. ഇവിടെ സർവധർമ്മവും എന്ന് പറഞ്ഞാൽ ശരണ്യമായ ബ്രഹ്മണത്തെ ഒഴിച്ചുള്ള എല്ലാ ധർമ്മവും, ഭഗവാനെ ഒഴിച്ചുള്ള മറ്റെല്ലാം ഭഗവാന് സമർപ്പിക്കണം. ബ്രഹ്മം സർവധർമ്മവും ഉപേക്ഷിക്കുന്ന സാധകന്റെ സ്വരൂപം തന്നെ ആയതുകൊണ്ട് അയാൾ ആഗ്രഹിച്ചാൽ പോലും അത് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഭഗവാൻ തന്നെ ആയതുകൊണ്ട് അത് അയാൾക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. ബാക്കി മുഴുവനും ഉപേക്ഷിക്കാൻ സാധിക്കും. സുഖരൂപമായ ബ്രഹ്മമാണ് സകലുടെയും സ്വരൂപം. അതുകൊണ്ടും സകലർക്കും സുഖം സ്വരൂപമാണ്. ദുഃഖം ഇടയ്ക്ക് വന്നു ചേരുന്ന ഒരു കൃത്രിമ സ്ഥിതിയാണ്. രണ്ടു സുഖങ്ങൾക്കിടയിലുള്ള ഇടവേളയാണ് ദുഃഖം എന്ന് പറയും. അതുപോലെ രണ്ട് ദുഃഖങ്ങൾക്കുള്ള ഇടവേളയാണ് സുഖം എന്നും പറയും. അപ്പൊ ഭഗവാൻ പറയാണ്, ഈ കൃത്രിമമായ ഒരു സ്ഥിതിയാണ് ദുഃഖം. ജീവൻ തുടങ്ങി ഇങ്ങോട്ടുള്ള വിവിധ ധർമ്മങ്ങളുടെ ആവിർഭാവമാണ് അതിന് കാരണം. അപ്പോൾ ഞാൻ എന്ന ജീവഭാവം ഉൾപ്പെടെ എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിക്കണം. നമ്മെ തന്നെ നമ്മൾ ഭഗവാൻ സമർപ്പിക്കണം. ഇതെങ്ങനെ? ഏകനായ പരമാത്മാവിനെ ശരണം പ്രാപിച്ചിട്ട്, അതായത് ഞാൻ ഉൾപ്പെടെ എല്ലാം ഒരേ ഒരു പരമാത്മാവ് മാത്രമാണെന്ന് ദൃഢമായി മനസ്സിനെ പഠിപ്പിച്ചിട്ട് എന്ന് താല്പര്യം. ഈ സർവധർമാൻ പരിത്യാഗം ഒന്നിലും ബാഹ്യമല്ല. നമ്മുടെ കർമ്മങ്ങളൊക്കെ, ബാഹ്യമായ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നതല്ല സർവധർമാൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? സർവധർമ്മ പരിത്യാഗം ബാഹ്യമല്ല എന്ന് ഓർക്കണം. വ്യക്തമായ വസ്തുബോധമാണ് സർവധർമ്മ പരിത്യാഗം. വസ്തു ഒന്നേ ഉള്ളൂ എന്നറിഞ്ഞാൽ പിന്നെ ത്യജിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. ആ വസ്തുബോധം, അതായത് ഈശ്വരബോധം അനുഭവപ്പെടുത്തുവാനുള്ള ഭാവനയാണ് ശരണം പ്രാപിക്കൽ. അനുഭവപ്പെട്ടാൽ പിന്നെ ശോകത്തിന് വഴിയില്ല. രണ്ടില്ലാത്ത അനുഭവത്തിൽ ലോകത്തിന് എന്ത് പ്രസക്തി? രണ്ടില്ലാത്ത ഒന്നായ നിന്നെ രണ്ടെന്ന് കാണുന്നതുകൊണ്ടാണ് ശോകം എന്ന് പറഞ്ഞല്ലോ. രണ്ടെന്നില്ലെങ്കിൽ പിന്നെ എന്ത് ശോകം, എന്ത് സങ്കടം? ഒന്നുമില്ല, അല്ലേ? ഈ അദ്വൈത അമൃതം സേവിക്കുന്ന അന്നല്ലാതെ ആർക്കും ദുഃഖം പൂർണ്ണമായിട്ടും ഒടുങ്ങിക്കിട്ടുന്നില്ല. ദ്വൈതഭാവത്തിൽ നിന്നാണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവുന്നത്. ഭഗവാൻ ഉപദേശിക്കുന്ന ഈ അദ്വൈത ഭാവത്ത് നമ്മൾ എത്തുകയാണെങ്കിൽ നമുക്ക് തീരെ ശോകം ഉണ്ടാവുകയില്ല. കർമ്മം ചെയ്യുന്നുവെന്ന് മനസ്സുകൊണ്ട് ആ അമൃതം അല്പാൽപം സേവിച്ചു തുടങ്ങേണ്ടതാണ്. അദ്വയ ബ്രഹ്മഭാവം ഇല്ലാതെ, ബ്രഹ്മഭാവന ഇല്ലാതെ സർവധർമ്മ പരിത്യാഗവും ഏകനായ ഈശ്വരനെ ശരണം പ്രാപിക്കലും മറ്റൊരിടത്തും സാധ്യമല്ലെന്നും ഓർക്കണം. അതായത് ഭഗവാനാണ് സർവസ്വവും, നമ്മൾ ഉൾപ്പെടെ സർവവും ഭഗവാനാണ് എന്ന്
ഒരു ഭാവന നമുക്കുണ്ടെങ്കിൽ മാത്രമേ, നമുക്ക് അദ്വൈത ഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാപിക്കുവാനും മോക്ഷം പ്രാപിക്കാനും പ്രാപിക്കുള്ളൂ. അതാണ് ഭഗവാൻ പറഞ്ഞത്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചക. നിന്റെ എല്ലാ സങ്കടങ്ങളും എല്ലാ പാപങ്ങളും എല്ലാം ഞാൻ ഒടുക്കി തരും. പക്ഷെ അതിനു വേണ്ടിയിട്ട് നീ ചെയ്യേണ്ടത് എന്താണ്? എല്ലാ കർമ്മങ്ങളും എല്ലാ ധർമ്മങ്ങളും ഞാനാണ് ചെയ്യുന്നത്, നീയല്ല. എല്ലാം എനിക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഒരു ഉപകരണമായിക്കൊണ്ട് ഇരിക്കുക. എല്ലാം എന്നിൽ സമർപ്പിച്ച് ചെയ്യുമ്പോൾ നീ പൂർണ്ണമായിട്ട് സ്വതന്ത്രനായി തീരുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നാളെ നമ്മൾ എടുക്കുന്നുണ്ട്. നാളത്തോടെ നമ്മൾ ഭഗവത്ഗീത തീർക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് കറണ്ടൊക്കെ പോയി ഇടയ്ക്ക്, എന്നാലും സായിരാം. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാം. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം.